بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, നാം ഇന്ന് സംസാരിക്കുന്ന വിഷയം ഖവാഇദും ഫി ഫിഖ്ഹിൽ ഖുലൂബ്, ഖൽബിൻ്റെ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാനങ്ങൾ. ഇന്ന് ജീവിച്ചിരിക്കുന്ന മദീനത്തുള്ള അഖീദ വിഷയങ്ങളിൽ മർജഅായി മാറിയിട്ടുള്ള സാലിഹ് അസ്സിന്ദി ഹഫിളഹുല്ലാ, അദ്ദേഹം ക്രോഡീകരിച്ച ഇബ്നു തൈമിയ, ഇബ്നു ഖയ്യിം, ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുമുല്ലാ എന്നിവരുടെ കിതാബുകളിൽ നിന്ന് ഇസ്തിഫാദ ചെയ്തു, അതിനുള്ള ഫായിദ എടുത്തുകൊണ്ട് അദ്ദേഹം ക്രോഡീകരിച്ച ഖൽബുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാനങ്ങൾ, മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നാം സൂചിപ്പിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ മനുഷ്യൻ്റെ ശരീരം പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ സംവിധാനിച്ചിട്ടുള്ള കാര്യമാണ് ഖൽബ്. ഖൽബിനെ രണ്ട് ആശയത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് അൽ ഖൽബുൽ ഹിസ്സി, ഖൽബ് എന്നുള്ള അവയവം, രക്തം ശരീരത്തിലേക്ക് പമ്പ് ചെയ്യുന്ന ഒരവയവം എന്ന നിലയ്ക്ക്, ഒരു മാംസ കഷ്ണം എന്ന നിലയ്ക്ക്. രണ്ടാമത്തേത് അൽ ഖൽബുൽ മഅനവി, ആശയം കൊണ്ട് ഖൽബ് എന്ന് പറയുന്നത്. അപ്പോൾ ആശയം കൊണ്ട് ഖൽബ് എന്ന് പറഞ്ഞാൽ നാം ചിന്തിക്കുന്ന, മനസ്സിലാക്കുന്ന, നമ്മുടെ ഇഖ്ലാസും ഇഷ്ടവും അതുപോലെ പ്രതീക്ഷയും ഭയവും എല്ലാം ഉൾക്കൊള്ളുന്ന കാര്യം. അതാണ് അൽ ഖൽബുൽ മഅനവി എന്ന് പറയുന്നത്. അപ്പോൾ ഖുർആനിൽ ഖൽബ് എന്ന് പരാമർശിക്കുമ്പോൾ ഏതാണ് പരാമർശിക്കുന്നത്? അൽ ഖൽബുൽ മഅനവി. ഖൽബിന് ബാധിക്കുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഒരവയവമായ ഖൽബുൽ ഹിസ്സിക്ക് ബാധിക്കുന്ന അവയവത്തെ പറ്റിയിട്ടാണോ പറയുന്നത്? അല്ല, അതെല്ലാം അൽ ഖൽബുൽ മഅനവിയാണ്. അപ്പോൾ നാം സംസാരിക്കുന്നതും ഈ അൽ ഖൽബുൽ മഅനവി എന്നതിനെ സംബന്ധിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട് 10 ഖായിദകളാണ് സാലിഹ് അസ്സിന്ദി ഹഫിളഹുല്ലാ ഈ റിസാലയിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് അൽ ഖായിദത്തുൽ ഊല സകാത്തുൽ ഖൽബി മിസ്ലു നമാഇൽ ബദൻ, ശരീരത്തിൻ്റെ ഖൽബിൻ്റെ തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ, ഖൽബ് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരം പോഷിപ്പിക്കുന്നത് പോലെയാണ്. ശരീരത്തെ പോഷിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഖൽബിനെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാലും. നമുക്കറിയാം, ധാരാളം ആളുകൾ, നമ്മൾ തന്നെയും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഘടന, അതിൻ്റെ അവസ്ഥ, അതെല്ലാം എപ്പോഴും പരിശോധിക്കുകയും അതിൻ്റെ കാര്യങ്ങളെ ഗൗരവത്തിൽ ചിന്തിക്കുകയും അതിനാവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകുകയും അതിന് ദോഷം വരുന്ന കാര്യങ്ങളിൽ നിന്ന് അത് മാറി നിൽക്കുകയും എല്ലാം ചെയ്യുന്ന ആളുകളാണ്. അതൊന്നും തെറ്റല്ല, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ധാരാളം ആളുകൾ, മനുഷ്യരിൽ ധാരാളം ആളുകൾ ഖൽബിൻ്റെ വിഷയത്തിൽ ഇത്രത്തോളം ഒന്നും ഒരു പരിഗണനയും നൽകാത്ത അവസ്ഥ കാണാം. ഖൽബിനെ ശുദ്ധീകരിക്കാനോ ഖൽബിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനോ എൻ്റെ ഖൽബിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കാൻ പോലും സമയമെടുക്കാത്ത കാണാം. എന്നാൽ മുഅ്മിനീങ്ങൾ അവർ ശരീരത്തിനേക്കാൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരവരുടെ ഖൽബിൻ്റെ അവസ്ഥ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അറിയിച്ചു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അത് നഫ്സ് എന്നുള്ള പൊതു ആശയത്തിലാണെങ്കിലും ഈ അൽ ഖൽബുൽ മഅനവി എന്നുള്ള ആശയത്തിലും ഉൾക്കൊള്ളുന്നതാണ്. ആരാണോ അതിനെ നന്നാക്കുന്നത് അവൻ വിജയിച്ചു, ആരാണോ അതിനെ നശിപ്പിക്കുന്നത് അവൻ നാശം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കാണാം. അതുപോലെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാദിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലേക്കല്ല, നിങ്ങളുടെ കോലത്തിലേക്കല്ല. നിങ്ങൾ നല്ല ഭംഗിയുള്ള ആളാണോ, നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിലേക്കല്ല.
വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹു നിങ്ങളുടെ കൽബിലേക്കാണ് നോക്കുന്നത്. നിങ്ങളുടെ കൽബിൽ എന്താണ് അവസ്ഥ? ഒരു അമല് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൽബിന്റെ അവസ്ഥ എന്താണ്? ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങളുടെ കൽബിന്റെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ കൽബിൽ എത്രത്തോളമാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടവും ഭയവും പ്രതീക്ഷയും എല്ലാം ഉള്ളത് എന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ നമ്മൾ ഗൗരവത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ രണ്ട് കാര്യങ്ങളെ. നമ്മൾ അത് അധികം മനസ്സിലാവുക നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ്. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ നമ്മുടെ കൽബിനെ കുറിച്ച് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കൽബിനെ നന്നാക്കുക, ശുദ്ധിയാക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെക്കാൾ. കൽബിന് ഏതവസ്ഥയുണ്ട്? ശുദ്ധിയാകുന്ന അവസ്ഥയുമുണ്ട്, അതല്ലാതെ നശിച്ചു പോകുന്ന അവസ്ഥയുമുണ്ട്. കൽബിനെ നന്നാക്കണമെങ്കിൽ അത് അള്ളാഹുവിനെ ഉള്ള അനുസരണം കൊണ്ടല്ലാതെ സാധിക്കില്ല. അല്ലാഹു തആല സൂറത്തുൽ അറാഫിലെ 156-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുതൂന സക്കാ. എന്റെ റഹ്മത്ത് എല്ലാം ഉൾക്കൊള്ളുന്നതാണ്, അങ്ങേയറ്റം വിശാലമാണ്. അത് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, സക്കാത്ത് നൽകുന്ന ആളുകളാണെന്ന് പറഞ്ഞു. ഇവിടെ സക്കാത്ത് എന്നതിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതുപോലെ അൽ ഹസൻ അൽ ബസരി റഹിമഹുല്ലാ അവരെല്ലാം തഫ്സീർ ചെയ്ത് പറഞ്ഞത് കാണാം. ഹിയൽ അമലു ബിമാ യുസക്കി അൻ-നഫ്സ വയുതഹിറുഹാ വഹുവ തഅത്തുല്ലാഹി വറസൂലിഹി. യുതൂന സക്കാ എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ കൽബിനെ ശുദ്ധിയാക്കുന്ന അള്ളാഹുവിനും റസൂലിനുമുള്ള അനുസരണമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത് കാണാം. നാളെ പരലോകത്ത് ആളുകൾ രണ്ടു കൂട്ടരായിട്ടാണ് വരിക. ഒന്ന് മുജ്രിമീങ്ങൾ, തെമ്മാടികളായി ജീവിച്ച് കൽബിനെ നശിപ്പിച്ച് കളഞ്ഞവർ. രണ്ടാമത്തേത് മുതസക്കിൻ, കൽബിനെ ശുദ്ധിയാക്കിയിട്ടുള്ള ആളുകൾ, ശുദ്ധീകരിച്ചിട്ടുള്ള ആളുകൾ, തസ്കിയത്ത് സക്കാത്ത് നടത്തിയിട്ടുള്ള ആളുകൾ. അല്ലാഹു തആല സൂറത്ത് ത്വാഹയിൽ ഈ രണ്ടു കൂട്ടരെ പറ്റിയിട്ടും പറയുന്നുണ്ട്, നാളെ പരലോകത്ത് വരുന്ന ആളുകളെ പറ്റിയിട്ട്. ഇന്നഹു മയ്യതി റബ്ബഹു മുജ്രിമൻ ഫഇന്ന ലഹു ജഹന്നമ ലാ യമൂതു ഫീഹാ വലാ യഹ്യ. നാളെ പരലോകത്ത് തെമ്മാടികളായി ജീവിച്ചു വരുന്ന ആളുകൾ, ദുനിയാവിൽ അങ്ങനെ ജീവിച്ചു വരുന്ന ആളുകൾ, അവർക്ക് നരകമാണ്, അവിടെ മരണമോ ജീവിതമോ ഇല്ല. വമയ്യതിഹി മുഅ്മിനൻ ഖദ് അമില സ്സാലിഹാതി ഫഉലൈക ലഹുമുദ് ദറജാതുൽ ഉലാ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിട്ട ആളുകൾ, അവർക്ക് ഉന്നതമായ ദർജകളുണ്ട്. ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വദാലിക ജസാഉ മൻ തസക്കാ. താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗമാണ് അവർക്കുള്ളത്. അതവർ ശുദ്ധീകരിച്ചതിന്റെ പേരിൽ, തസ്കിയത്ത് സ്വന്തത്തെ നന്നാക്കി അതിന്റെ പേരിൽ അവർക്ക് ഉള്ള പ്രതിഫലമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. കൽബിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് കൽബിനെ നന്നാക്കാനും അതിനെ ശുദ്ധിയാക്കാനും നമുക്ക് ആവശ്യമായിട്ടുള്ള കാരണങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടതാണ് ഖുർആൻ. അതുപോലെ ഖുർആനിൽ നിന്നുള്ള ഈമാനികമായിട്ടുള്ള അറിവുകൾ, അതെല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി കൽബിന്റെ പോഷകമായി എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ കൽബ് നന്നാവണമെങ്കിൽ കൽബിന് ദോഷം വരുത്തുന്ന കാര്യങ്ങളെ ഒഴിവാക്കുകയും വേണം. നമ്മൾ ശരീരത്തിന്റെ ആരോഗ്യം നമ്മളെങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത്? ഒരാൾ ശരീരത്തിന്റെ ആരോഗ്യം സൂക്ഷിക്കാൻ, നല്ല രീതിയിലാക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അയാൾ രണ്ട് കാര്യങ്ങളെ നോക്കുക. ഒന്ന്, ആ ആരോഗ്യം നിലനിർത്തുന്ന, അത് നന്നാക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് ഞാൻ ഭക്ഷിക്കുന്നുണ്ട്, ഞാൻ കഴിക്കുന്നുണ്ട്, അതെന്റെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന് പരിഗണിക്കും. രണ്ടാമത്തേത്, തന്റെ ആരോഗ്യത്തെ കെടുത്തിക്കളയുന്ന, ഇല്ലാതാക്കി കളയുന്ന കാരണങ്ങൾ എന്താണോ, മോശപ്പെട്ട കാര്യങ്ങൾ എന്താണോ അതിനെ ഒഴിവാക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് കൽബിന്റെ അവസ്ഥയും. കൽബിന് ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ എടുക്കുകയും ആ കൽബിന്റെ ആരോഗ്യത്തിന് ദോഷമായിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കുകയും വേണം. ഇവിടെ കൽബിന്റെ ആരോഗ്യത്തിന് ദോഷമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അൽ മആസി, പാപങ്ങൾ. അതൊരു വിളവിനെ കീടങ്ങൾ തിന്ന് നശിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും അണുബാധിക്കുന്നത് പോലെ നമ്മുടെ കൽബിനെ നശിപ്പിച്ചു കളയും പാപങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ പാപങ്ങളെ ഒഴിവാക്കിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കൽബിനെ നന്നാക്കാൻ സാധിക്കുകയുള്ളൂ. പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരാൾക്കും കൽബിനെ നന്നാക്കാൻ സാധിക്കില്ല. നമ്മൾ പ്രധാനം മനസ്സിലാക്കണം. കാരണം ഇത് ഇതിലൊരു കായികയാണ്, അത്തഖല്ലി ഖബ്ല തഹല്ലി എന്ന് പറയും. അതായത് അലങ്കരിക്കുന്നതിന് മുമ്പ് അതിനെ വൃത്തിയാക്കണമെന്ന്. അപ്പോൾ പാപങ്ങൾ ഒഴിവാക്കിയാൽ മാത്രമാണ് കൽബിനെ നമുക്ക് നന്നാക്കാൻ സാധിക്കുകയുള്ളൂ. പണ്ഡിതന്മാർ പറഞ്ഞൊരു വാക്ക് കാണാം, അദ്ദിക്റു ലിൽ ഖൽബി ബിമൻസിലത്തിൽ ഗദാഇ ലിൽ ജസദ്.
അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് ഖൽബിന് ശരീരത്തിന് പോഷണം പോലെയാണ്. فكما لا يجد الجسد لذة الطعام مع السقم, രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ രുചി ശരീരം നാവ് അറിയാത്തതുപോലെ فكذلك القلب لا يجد حلاوة الذكر مع حب الدنيا, ദുനിയാവിനോടുള്ള ഇഷ്ടം അഥവാ പാപങ്ങളിൽ മുഴുകുന്ന എല്ലാ പാപങ്ങളെയും അടിസ്ഥാനം ദുനിയാവിനോടുള്ള ഇഷ്ടമാണെന്ന്. അങ്ങനെ അതിൽ മുഴുകിക്കഴിഞ്ഞാൽ ഖൽബിന് ഹലാവത്ത് ദിക്ർ, ദിക്റിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കില്ല. രോഗി ഭക്ഷണം ആസ്വദിക്കാത്തതുപോലെ. നമ്മൾ പറഞ്ഞത് ഖൽബിനെ നന്നാക്കണമെങ്കിൽ പാപങ്ങളിൽ നിന്ന് ഒഴിവാകണം, അതുപോലെ ഖൽബിനെ നന്നാകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഖൽബിനെ നന്നാക്കുക എന്നുള്ളത് പൂർണ്ണമായും അള്ളാഹുവിന്റെ കൈകളിൽ ഉള്ള കാര്യമാണ്. അഥവാ അള്ളാഹു അവന്റെ ഔദാര്യമായി നൽകേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പരിശ്രമിക്കാനേ സാധിക്കുള്ളൂ, നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തേടിയും അള്ളാഹുവിനോട് ചോദിച്ചും അള്ളാഹു നൽകേണ്ട ഒരു കാര്യമാണ് ഖൽബിന്റെ ശുദ്ധീകരണം എന്നുള്ളത്. അള്ളാഹു തആല ഖുർആനിലെ ധാരാളം സന്ദർഭങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നൂറിലെ 21-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ. അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും നിങ്ങളുടെ മേലെ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരാളും തന്നെ നന്നാവില്ലായിരുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു നന്നാക്കുന്നു. അപ്പൊ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്യണം. നമ്മുടെ സ്വന്തത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഖൽബിനെ നന്നാക്കി കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽ തന്നെ വന്നിട്ടുണ്ട്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അല്ലാഹു എന്റെ സ്വന്തത്തിന് നീ തഖ്വ നൽകണമേ, നിന്നെ സൂക്ഷിക്കാൻ ഉള്ള തൗഫീഖ് നൽകണമേ, അതിനെ നീ നന്നാക്കണമേ, നീയാണ് ഏറ്റവും നല്ല രീതിയിൽ അതിനെ നന്നാക്കുന്നവൻ, നീയാണ് അതിന്റെ രക്ഷാധികാരി എന്ന് ഒന്ന് കാണാം. ഇനി ദുആ പോലെ തന്നെ ഒരാളുടെ ഖൽബ് നന്നാകാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. അതൊന്ന് തൗഹീദാണ്, 2 അസ്വല നിസ്കാരമാണ്. വിശ്വാസങ്ങളിൽ ഖൽബ് നന്നാകാൻ ഏറ്റവും ഒന്നാമതായി വേണ്ടത് തൗഹീദാണ്. രണ്ടാമത്തേത് അമലുകളിൽ ഖൽബ് നന്നാവാൻ ഏറ്റവും വേണ്ടത് അസ്വല നിസ്കാരമാണ്. ഇവിടെ തൗഹീദിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഖദ് അഫ്ലഹ മൻ തസക്ക എന്ന സൂറത്തുൽ അഅലയിലെ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞു, അത് ശിർക്കിൽ നിന്ന് ശുദ്ധിയാകുന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ശിർക്കിൽ നിന്ന് ശുദ്ധിയാകാതെ ഒരിക്കലും ഖൽബിന് എന്തുണ്ടാകില്ല, ഒരു തസ്കിയത്ത് ഉണ്ടാവില്ല. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിന്റെ അടുത്തേക്ക് തസ്കിയത്ത് വേണ്ടി, അവൻ നന്നാകാൻ വേണ്ടി, അവനോട് പറയാൻ വേണ്ടി ചെല്ലാൻ, ദഅവത്തിന് വേണ്ടി ചെല്ലാൻ പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ വാക്കെന്താ, ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക വഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ. നീ അവനോട് പോയി പറയണം, തൗഹീദിലേക്ക് ക്ഷണിക്കണം, അവൻ നന്നായേക്കാം. അപ്പോ ഒരു നന്നാവലിന്റെ, ശുദ്ധീകരണത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് തൗഹീദാണ്. തൗഹീദില്ലാതെ ഒരാൾക്കും ഏറ്റവും നല്ല രീതിയിൽ ഖൽബിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ സൂറത്ത് ഫുസ്സിലത്തിലെ 6-7 ആയത്തുകളിൽ അതിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലദീന ലാ യുഅ്തൂന സകാത വഹും ബിൽആഖിറതി ഹും കാഫിറൂൻ. മുശ്രിക്കീങ്ങളെ പറ്റി പറയുന്നിടത്ത് അവർ സകാത്ത് നൽകാത്തവരാണ് എന്ന് പറഞ്ഞത് കാണാം. ഈ സകാത്ത് എന്നുള്ള പദത്തെ തഫ്സീർ ചെയ്യുന്നിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുമുൽ ലദീന ലാ യശ്ഹദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഷഹാദത്ത് ചെയ്യാത്തവരാണ് അവർ, ഷഹാദത്ത് ചെയ്യാത്തവരാണ്, അഥവാ തൗഹീദ് ഇല്ലാത്തവരാണ് അവർ. ഒന്നാമത്തെ കാര്യം തൗഹീദ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് അസ്സല നിസ്കാരം. സഹോദരങ്ങളെ, കർമ്മങ്ങളിൽ നമ്മുടെ ഖൽബിനെ ശക്തിപ്പെടുത്താൻ, അതിന്റെ സ്വലാഹിനെ, അതിനെ നന്നാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിസ്കാരം. ആ നിസ്കാരം യഥാർത്ഥ രൂപത്തിൽ ഖുശൂഓടുകൂടിയും ഖുദൂഓടുകൂടിയും അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചും അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചും ചെയ്തു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിച്ച് ശരീരത്തിന് എങ്ങനെയാണോ ശക്തി ലഭിക്കുന്നത്, നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് ശരീരത്തിന് എങ്ങനെയാണോ ശക്തി ലഭിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഖൽബിന് ഏറ്റവും നല്ല രീതിയിലുള്ള ശക്തി ലഭിക്കാൻ, അതിനൊരു പോഷകമാകാൻ നിസ്കാരം കാരണമാകും. അതെങ്ങനെയായിരിക്കണം നിസ്കാരം?
ഖുശൂഅോടുകൂടി അതിന്റെ ഷർത്തുകളും അതിന്റെ റുക്കുനുകളും അതിന്റെ വാജിബാത്തുകളും എല്ലാം പൂർത്തീകരിച്ച് കൺകുളിർമയാകുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ അത് ചെയ്യുമ്പോഴാണ് അവന്റെ ഖൽബിന് ഏറ്റവും നല്ല രീതിയിലുള്ള ശുദ്ധീകരണം ഉണ്ടാവുക. ഒന്നാമത്തെ ഈ ഖായിദയിൽ പറയുന്നത്, ശരീരത്തിന് എങ്ങനെയാണോ പോഷകങ്ങളും ആവശ്യമായ കാര്യങ്ങളും വേണ്ടത്, അതുപോലെ തന്നെ ഖൽബിലും ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ഇതിന്റെ അവസാനത്തിൽ സാലിഹ് സിന്ദി ഹഫ്ളഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഇന്ന സആദത ഫി തസ്കിയ, ഏറ്റവും സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഖൽബ് എത്രത്തോളം നന്നാകുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിലാണ്. വശഖാവത ഫി തദ്സിയ, എത്രയാണോ ഖൽബ് ചീത്തയാകുന്നത് അതിനനുസരിച്ചിട്ടാണ് ഒരാൾക്ക് ദൗർഭാഗ്യം ഉണ്ടാവുക. അപ്പോൾ ഖൽബിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്. അൽ ഖായിദത്തു സാനിയ, രണ്ടാമത്തേത്, അൽ ഖൽബു ഇദാ ഇംതലഅ ബിശൈഇൻ ലം യബ്ഖ ഫീഹി മുത്തസിഉൻ ലിഗൈരിഹി. രണ്ടാമത്തെ ഖായിദ ഹഫിളഹുല്ലാഹ് പറയുന്നത്, ഖൽബിൽ ഒരു കാര്യം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിന് അവിടെ ഒരു സ്ഥലം ലഭിക്കുകയില്ല. ഖൽബിൽ ഒരു കാര്യം നിറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നിന് പിന്നെ ഖൽബിൽ സ്ഥലം ഉണ്ടാകില്ല. അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിലെ 4-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി, അല്ലാഹു തആല ഒരാൾക്കും രണ്ട് ഖൽബ് അവന്റെ ഉള്ളിൽ കൊടുത്തിട്ടില്ല. രണ്ട് ഖൽബ് ഒരാളുടെ ഉള്ളിലും അല്ലാഹു തആല നൽകിയിട്ടുള്ള ഒറ്റ ഖൽബേ ഉള്ളൂ. ഖൽബ് എന്ന് പറഞ്ഞാൽ ഒരു പാത്രം പോലെയാണ്. അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഒഴിച്ച് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഒഴിക്കാൻ അതിൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പോ എന്തൊഴിക്കണം എന്നുള്ളതാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഒന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും കൊണ്ട് നിറക്കാൻ പറ്റില്ല. അപ്പോ ഉലമാക്കൾ പറയാറുള്ള ഒരു വാക്കാണ് ഖൽബ് എന്ന് പറഞ്ഞാൽ പാത്രം പോലെയാണ് എന്നത്. അപ്പോ അതിലെന്താണ് നിറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കണം. അതിൽ ഒരു കാര്യം നിറഞ്ഞാൽ പിന്നെ അതിന് സ്ഥലമുണ്ടാകില്ല. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ ഖൽബ് അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും അള്ളാഹുവിനെ അറിയുന്നതിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള ചിന്തയിലാണ് എങ്കിൽ അതല്ലാത്ത കാര്യങ്ങളിലേക്ക് ഖൽബ് തെറ്റിപ്പോവുകയില്ല. ഇനി അതല്ല എങ്കിൽ അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനും അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനുമാണ് ഖൽബ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റി മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിനോടുള്ള ഇഷ്ടമാണ് അല്ലെങ്കിൽ താല്പര്യമാണ് ഖൽബിൽ നിറഞ്ഞിട്ടുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ ഈ കാര്യമില്ല, അള്ളാഹുവിനെ അറിയലും ഇഷ്ടപ്പെടലും ഇല്ല എങ്കിൽ പിന്നെ ഖൽബ് കാലിയായി തീരും. ആ കാലിയാകുന്ന ഖൽബിൽ പിന്നെ കയറുക അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അതിനെതിരായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടായിരിക്കും നിറയുക. ആ ഒരു അവസ്ഥ, ഇത് എന്റെ ഖൽബ് കാലിയാണ്, അതിലൊന്നുമില്ല, അതിൽ മറ്റു കാര്യങ്ങളാണ് നിറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാകണമെങ്കിൽ രണ്ട് സന്ദർഭങ്ങളിൽ ഒരു മനുഷ്യന് മനസ്സിലാവുള്ളൂ. ഒന്നെങ്കിൽ അവൻ തൗബ ചെയ്ത് വീണ്ടും അതിൽ എന്താണോ യഥാർത്ഥത്തിൽ നിറയേണ്ടത്, അള്ളാഹുവിനോടുള്ള ഇഷ്ടവും സ്നേഹവും, അത് നിറക്കണം. അതല്ലെങ്കിൽ അവൻ നാളെ മരണപ്പെട്ട് അള്ളാഹുവിന് മുമ്പിൽ എത്തണം. ഈ രണ്ട് സന്ദർഭത്തിലെ അവന്റെ ഖൽബ് എന്തായിരുന്നു എന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കാരണം തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അവന് മനസ്സിലാക്കാൻ സാധിക്കും, യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും ഇഷ്ടവും നിറയുമ്പോൾ അവന്റെ ഖൽബ് നിറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ല എങ്കിൽ പിന്നെ പരലോകത്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് നഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള അവസ്ഥയാണ് ഉണ്ടാവുക. ഇപ്പോൾ പറഞ്ഞതിന്റെ ആകത്തുക, ഖൽബിൽ ഹക്കായിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും ഇഷ്ടവും അള്ളാഹുവിനെ മാത്രം ആരാധിക്കലും ഉബൂദിയത്തും ഒന്നും നിറഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ പിന്നെ ബാത്തിലായിട്ടുള്ള ശിർക്കും കുഫറും ബിദ്അത്തുകളും അതുപോലെയുള്ള കാര്യങ്ങളുമാണ് കയറുക. പൂർണ്ണമായും അള്ളാഹുവിലേക്ക് മാത്രമായി ആ ഖൽബ് നിറയുമ്പോഴാണ് ഒരാളുടെ ഖൽബ് ഹനീഫ് ആകുന്നത്. എന്താണ് ഹനീഫ് എന്ന പദത്തിന്റെ അർത്ഥം? ഹുവൽ മൈലു അൻ ശൈഇ ബിൽ ഇഖ്ബാലി അലാ ആഖിർ, ഒരു കാര്യത്തിൽ നിന്ന് പൂർണ്ണമായി തെറ്റി മറ്റൊന്നിലേക്ക് ചെന്ന് വീഴുന്നതിനാണ്, ചെരിയുന്നതിനാണ് ഹനീഫ് എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന് പുറമേ ഉള്ള മറ്റെല്ലാ കാര്യത്തിൽ നിന്നും ഒഴിവായി അള്ളാഹുവിലേക്ക് മാത്രം തിരിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഖൽബ് നിറയേണ്ട കാര്യം കൊണ്ട് നിറയുക. എന്നിട്ട് സാലിഹ് സിന്ദി ഹഫ്ളഹുല്ലാഹ് പറയാണ്, രണ്ട് കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഒരാളുടെ ഖൽബിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടവും സ്നേഹവും അറിവുമെല്ലാം നിറയണമെങ്കിൽ അത് വിശാലമായിരിക്കണം. അത് അല്ലാഹു തആല ആദ്യം ഹിദായത്ത് നൽകുന്ന ആളുകൾക്ക് നൽകുന്ന ഒരു കാര്യമാണ്. അല്ലാഹു തആല ഒരാൾക്ക് ഹിദായത്ത് നൽകാൻ ഉദ്ദേശിച്ചാൽ, കാരണം അവന് പിന്നെ എന്ത് കയറണം? അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും ഇഷ്ടവും എല്ലാം കയറണം.
അതിന് അവന്റെ ഹൃദയം വിശാലമാകണം. അള്ളാഹു തആല കൽബ് ഹിദായത്ത് കൊണ്ട് വിശാലമാക്കി കൊടുക്കും. അങ്ങനെ വിശാലമായ കൽബിലാണ് ഈമാനും അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തും ഇഷ്ടവും കയറുക. ഇനി ഒരാൾക്ക് അള്ളാഹു തആല ളലാലത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന്റെ കൽബിനെ അള്ളാഹു തആല ഞെരുക്കി കളയും. കാരണം അവിടെ കയറേണ്ട സാധനം എന്താണ്? അള്ളാഹുവിനോടുള്ള ഇഷ്ടവും മഅരിഫത്താണ്. അത് കയറുന്നില്ല. പിന്നെ ആ കൽബ് ഇടുങ്ങിയ അവസ്ഥയിൽ, ഞെരുങ്ങിയ അവസ്ഥയിലായിരിക്കും അവന്റെ ജീവിതം ഉണ്ടാവുക. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് സലഫുകൾ പറയാറുള്ളതായിട്ട് ഒരു വാക്ക് ഉദ്ധരിക്കുന്നത് കാണാം. സലഫുകൾ പറയാറുണ്ട്, അൽ ഖുലൂബു ആനിയത്തുല്ലാഹി ഫി അർദിഹി. കൽബുകൾ എന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ള, ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ പാത്രങ്ങളാണ്. ഫഅഹബ്ബുഹാ ഇലല്ലാഹി തആല അറഖ്വ വഅസ്ഫാഹ. അള്ളാഹുവിന് അതിൽ ഏറ്റവും ഇഷ്ടമുള്ളത്, അതിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തും ഈമാനും എല്ലാം നിറക്കാൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏറ്റവും ശുദ്ധിയായിട്ടുള്ള, ഏറ്റവും ലോലമായിട്ടുള്ള നല്ല കൽബുകളാണ് അള്ളാഹുവിന് ഏറ്റവും അതിൽ ഈമാനും മറ്റു കാര്യങ്ങളും നിറക്കാൻ ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞത് കാണാം. അപ്പോ ഒന്നാമത്തെ കാര്യം കൽബ് വിശാലമായിരിക്കണം, ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട്. രണ്ടാമത്തേത്, ഈ ഒന്ന് നിറഞ്ഞാൽ മറ്റൊന്നിന് സ്ഥാനമില്ല എന്ന് പറഞ്ഞെടുത്ത് മനസ്സിലാക്കേണ്ട രണ്ടാമത്തേത്, ഒരാളുടെ കൽബിൽ ഒരു കാര്യം നിറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതിൽ നിന്ന് പിന്നെ അത് മറയിടും. അഥവാ അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും നിറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരായിട്ടുള്ള കാര്യങ്ങളെ തൊട്ട് അത് മറയിടും. അതിന് പിന്നെ അതിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് നേരെ തിരിച്ചും. ഒരാൾക്ക് അവന്റെ ശഹ്വത്തുകൾ പൂർത്തീകരിക്കുന്ന ഹറാമുകളോടുള്ള താല്പര്യവും ഹറാമുകളോടുള്ള ഇഷ്ടവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് മുഴുകിയിട്ടുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള ശുബ്ഹത്തുകളും ശഹ്വത്തുകളുമാണ് മുഴുകിയിട്ടുള്ളത് എങ്കിൽ, പിന്നെ അവന്റെ കൽബിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടമോ അള്ളാഹുവിനോടുള്ള അറിവോ കയറുകയില്ല. അതിന് മറയിട്ടിട്ടുണ്ടാകും. ഒരിക്കലും പാപങ്ങളിൽ നിന്ന് ഒഴിവാകാതെ, അല്ലെങ്കിൽ ശിർക്കിന്റെയും കുഫറിന്റെയും നിഫാഖിന്റെയും അതുപോലെയുള്ള കാര്യങ്ങളുടെ അംശങ്ങളിൽ നിന്ന് ഒഴിവാകാതെ നമുക്ക് ഈമാനിന്റെ ലദ്ദത്ത് ആസ്വദിക്കാൻ സാധിക്കില്ല, ഈമാനിന്റെ ഹലാവത്ത് ആസ്വദിക്കാൻ സാധിക്കില്ല. ചില ആളുകൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ നന്മകൾ ചെയ്യുന്നുണ്ട്, രാത്രി നിസ്കരിക്കുന്ന, നോമ്പ് വെൽക്കുന്ന, സക്കാത്ത്, പക്ഷെ എന്നിട്ടും എനിക്ക് ഈമാനിന്റെ ആസ്വാദനം കിട്ടുന്നില്ല എന്നുള്ളത്. യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, പാപങ്ങൾ ഒഴിവാക്കാതെ നന്മകൾ എത്ര ചെയ്താലും ആ ആസ്വാദനം നമുക്ക് ലഭിക്കില്ല. ആസ്വാദനം ലഭിക്കില്ല. നന്മകൾ സ്വീകരിക്കപ്പെടും, പാപങ്ങൾ മായ്ച്ചു കളയാൻ കാരണമാകും, അതൊക്കെ ശരിയാണ്. പക്ഷെ പാപങ്ങളിൽ നിന്ന് ഒഴിവാകാതെ ഒരിക്കലും നമുക്ക് ആ ഈമാനിന്റെ ഇബാദത്തിന്റെ ലദ്ദത്ത് ലഭിക്കുകയില്ല. ഒരിക്കൽ വഹ്ബ് മുനബ്ബിഹ് റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടു, എപ്പോഴാണ് ഒരു അടിമയ്ക്ക് ഈ ഇബാദത്തിന്റെ ലദ്ദത്ത് നഷ്ടപ്പെടുക, ആസ്വാദനം നഷ്ടപ്പെടുക? പാപം ചെയ്യുന്ന ആ സമയത്താണോ ചെയ്തു കഴിഞ്ഞിട്ടുള്ള സമയത്താണോ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ? പാപത്തെ ഇദാ ഹമ്മ ബിൽ മഅസിയ, പാപത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഇബാദത്തിന്റെ ലദ്ദത്ത് അവൻ നഷ്ടപ്പെടും. നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മൾ ധാരാളം ഇബാദത്ത് ചെയ്യും, പക്ഷെ നമുക്ക് അതിന്റെ ഒന്നും ലദ്ദത്തില്ലാതെ യാന്ത്രികമായിട്ട് നിസ്കരിക്കണം, പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഖുർആൻ ഓതണം, ദിക്ർ ചെയ്യണം, പക്ഷെ അതിന്റെ ഒന്നും ലദ്ദത്ത് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കൽബിൽ മറ്റെന്തെങ്കിലും നിറഞ്ഞിട്ടുണ്ടാവും. അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിനേക്കാൾ വേറെ ഹറാമുകളോടുള്ള ഇഷ്ടം കയറിയിട്ടുണ്ടാവും. പിന്നെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം അവിടെ സ്ഥാനം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഏത് കാര്യവും, ഒരു കാര്യം നിറഞ്ഞു കഴിഞ്ഞാൽ എതിരായിട്ടുള്ള കാര്യം അവിടെ പ്രവേശിക്കുകയില്ല. ഇവിടെ ഉലമാക്കൾ അതിന് തെളിവായി പറയാറുള്ള ചില കാര്യങ്ങൾ കാണാം. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ മലായിക ബൈതൻ ഫീ കൽബിൻ വലാ സൂറത്തിൻ. മലക്കുകൾ ചിത്രമോ അല്ലെങ്കിൽ രൂപങ്ങളോ അല്ലെങ്കിൽ നായയോ ഉള്ള വീടുകളിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് കാണാം. അള്ളാഹുവിന്റെ ശ്രേഷ്ഠരായിട്ടുള്ള അടിമകളായിട്ടുള്ള മലക്കുകൾ രൂപങ്ങളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നായയുള്ള വീട്ടിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയും, നമ്മുടെ കൽബിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു ഹറാമിനോട് ഇഷ്ടം നിറഞ്ഞൊരു കൽബിലേക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രവേശിക്കില്ല. അതിന്റെ ലദ്ദത്ത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈദാ സ്വല്ലൈതും ഫലാ തൽതഫിതു. നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങളുടെ ചിന്ത അള്ളാഹുവിനെ കുറിച്ച് മാത്രമായിരിക്കണം, ആ ഖുശൂഅോടുകൂടി ആയിരിക്കണം. ഫഇന്നല്ലാഹ യൻസിബു വജ്ഹഹു ലിവജ്ഹി അബ്ദിഹി ഫീ സ്വലാത്തിഹി മാ ലം യൽതഫിത്. നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹു അവന്റെ മുഖം അടിമയുടെ മുഖത്തിനോട് ചേർത്ത് വെക്കുന്നുണ്ട്, അവൻ ആ ശ്രദ്ധ തെറ്റാത്തോടത്തോളം നേരം. ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ മുഖം അടിമയോട് ചേരുന്നതിൽ നിന്ന് തെറ്റിപ്പോകും. അപ്പൊ ഒരു കാര്യം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നിന് അവിടെ
വഴി ഉണ്ടാകില്ല. അപ്പൊ നമ്മൾ നിറയ്ക്കേണ്ടത് അള്ളാഹുവിനോടുള്ള ഇഷ്ടവും സ്നേഹവും അറിവും പോലുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. നമുക്ക് ഇബാദത്തിന്റെ ലദ്ദത്തുകൾ നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഖൽബിൽ കയറുന്നത് കൊണ്ടാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെയും എല്ലാം പൂർണ്ണത നമുക്ക് ലഭിക്കാത്തത്. മൂന്നാമത്തെ ഖായിദ അൽ ഖായിദത്തു الثالث القلب لا يتسع للعوض والمعوض عنه. നേരത്തെ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയായിട്ടുള്ളതാണ്. ഖൽബ് ഒരിക്കലും ഒരു കാര്യത്തിനെ മാറ്റി മറ്റൊരു കാര്യം വെക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടിനും കൂടി ഒരുമിച്ചിട്ട് ഒരു സ്ഥാനം ഖൽബിൽ ഒരിക്കലും ഉണ്ടാവില്ല. അതായത് ഇപ്പൊ ഒരാളുടെ ഖൽബിൽ ഈമാൻ ഉണ്ട്, എന്നാൽ ശിർക്ക് കയറുകയാണെങ്കിൽ ശിർക്കും ഈമാനും കൂടി ഒരുമിച്ചുണ്ടാവുമോ? തൗഹീദും കൂടി ഒരുമിച്ചുണ്ടാവില്ല, ഒന്ന് മാറിയിട്ട് അടുത്തുണ്ടാവുള്ളൂ. ഒരാളുടെ ഖൽബിൽ കദിബാണ്, അവിടെ സിദ്ഖും കദിബും കൂടി ഒരുമിച്ചുണ്ടാവും? ഇല്ല, കദിബ് ഒഴിവായിട്ടേ സിദ്ഖ് അവിടെ കയറുള്ളൂ. അല്ലെങ്കിൽ ഒരാളുടെ ഖൽബിൽ സിദ്ഖാണ്, അവിടെ കദിബ് ഉണ്ടാവുമോ? ഇല്ല, കദിബ് കയറുന്നുണ്ടെങ്കിൽ സിദ്ഖ് അവിടുന്ന് ഒഴിവാകും. ഒന്നിന് പകരമായി മറ്റൊന്ന്, രണ്ടും കൂടി ഒരുമിച്ച് ഖൽബിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. സാലിഹ് ഹസൻ അതിന് ഉദാഹരണം പറയാം. ഇപ്പൊ മനുഷ്യന് ഭക്ഷണത്തിന് ആവശ്യമായി, ഭക്ഷണം വേണം, വിശക്കുന്നുണ്ട്. അപ്പൊ ഒരു ഭക്ഷണം കഴിച്ച് അവന്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവനത് ആവശ്യം വരില്ല, ആ ഭക്ഷണത്തിന് ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഇനി നിർബന്ധിച്ച് അത് കഴിച്ചാലോ അത് അവന്റെ ശരീരത്തിന് ഏറ്റവും ദോഷമാകുന്ന അവസ്ഥയായിരിക്കും. അതായത് ആവശ്യമുള്ളതിന് അപ്പുറത്തേക്ക് ഒരു കാര്യം കയറിക്കഴിഞ്ഞാൽ അത് പിന്നെ പൂർണ്ണമായി പ്രശ്നത്തിലേക്ക് ഫസാദാക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തുക. ഈ ഖായിദയെ ചുരുക്കത്തിൽ സാലിഹ് സിന്ദി ഹഫ്ളഹുല്ലാഹ് പറയുന്നത് ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അന്നമൻ ലം യഫ്അലിൽ മഅ്മൂർ, ഒരാൾ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള, അവനോട് കൽപ്പിക്കപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ഫഅല ബഅദൽ മഹ്ദൂർ, അവൻ ചില ഹറാമുകൾ ചെയ്യും. കൽപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണമായി അവൻ ചെയ്യുന്നില്ല എങ്കിൽ അവൻ എന്തെങ്കിലും ഒരു ഹറാമ് ചെയ്യേണ്ട അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. വമൻ ഫഅലൽ മഹ്ദൂർ, ആരാണോ ഹറാമുകൾ ചെയ്യുന്നത്, ലം യഫ്അൽ ജമീഅൽ മഅ്മൂർ, അവന് കൽപ്പിക്കപ്പെട്ട എല്ലാ കാര്യം ചെയ്യാനും കഴിയില്ല. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹറാമ് അവൻ ചെയ്യുന്ന അവസ്ഥയിലെത്തും. ഹറാം അവൻ ചെയ്യുന്നുണ്ട് എങ്കിൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യാൻ അവനെ കൊണ്ട് സാധിക്കുകയില്ല. അതാണ് ഇതിന്റെ ആകത്തുക. ഖൽബിൽ രണ്ട് കാര്യങ്ങൾ കൂടി ഒരുമിച്ച് കയറുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. ഉദാഹരണം പറയുകയാണ്, ഇപ്പൊ ഒരാളുടെ ഖൽബിൽ സംഗീതത്തിനോട് ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുക. സംഗീതം കേൾക്കാൻ, ഹറാമായിട്ടുള്ള സംഗീതം കേൾക്കാൻ അതിനോട് താല്പര്യവും ഇഷ്ടവും ഉണ്ട് എന്ന് വിചാരിക്കുക. അവന്റെ ഖൽബിൽ ഒരിക്കലും ഖുർആനോടുള്ള ഇഷ്ടം ഉണ്ടാവില്ല. അവൻ എത്ര വാദിച്ചാലും ഖുർആൻ കേൾക്കുമ്പോൾ അവൻ ഒരു ആസ്വാദനം ഉണ്ടാവില്ല, ഖുർആൻ കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല, അതിനോട് താല്പര്യം ഉണ്ടാവില്ല. ഒരു കവി പറഞ്ഞ ബൈത്ത് കാണാം, ഹുബ്ബുൽ ഖുർആനി വഹുബ്ബു അൽഹാനിൽ ഗിനാ ഫീ ഖൽബി അബ്ദിൻ ലൈസ യജ്തമിആനി. ഖുർആനോടുള്ള ഇഷ്ടവും സംഗീതോപകരണങ്ങളോടുള്ള ഇഷ്ടവും ഒരുമിച്ച് ഒരാളുടെ ഖൽബിൽ എന്തായാലും യോജിക്കുകയില്ല, ഒന്നേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരാൾ ഫിലോസഫികളും തത്വജ്ഞാനങ്ങളും എല്ലാം കേട്ട് അതിൽ മുഴുകുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾക്ക് ഒരിക്കലും ദീനിന്റെ ഹിക്മത്തുകൾ, ഹദീസുകൾ, അതുപോലെയുള്ള വാക്കുകൾ അയാൾക്ക് ഉൾക്കൊള്ളാനോ അതിൽ ലദ്ദത്ത് കാണാനോ സാധിക്കില്ല. അതുപോലെ ഏതൊരു കാര്യവും, ഇപ്പോ ഉദാഹരണത്തിന് മറ്റൊന്ന് പറയുന്നത്, ഒരാൾ ബിദ്അത്തുകൾ മുഴുകുകയാണെന്ന് വിചാരിക്കുക. ബിദ്അത്തുകൾ ഒരാൾ മുഴുകിക്കഴിഞ്ഞാൽ അവന് പിന്നെ സുന്നത്തുകളെ അവന് താല്പര്യവും ഉണ്ടാകില്ല, അതിനോടുള്ള ആഗ്രഹം ഒഴിവാകും. ഇപ്പൊ ബിദ്ഇയായ അദ്കാറുകളും ദുആകളും ഒരാൾ മുഴുകുകയാണെന്ന് വിചാരിക്കുക, അയാൾക്ക് സുന്നത്തിൽ പഠിപ്പിക്കപ്പെട്ടുള്ള അദ്കാറുകളോട് ദുആകളോട് താല്പര്യം ഉണ്ടാവില്ല. താബിഈയായ ഹസാൻ ഇബ്നു അത്തിയ അൽ മഹാരിബി അദ്ദേഹം പറഞ്ഞ റഹിമഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് കാണാം, മബ്തദഅ ഖൗമുൻ ബിദ്അതൻ ഫീ ദീനിഹിം, ഒരു കൂട്ടർ അവർ ദീനിൽ ബിദ്അത്ത് ഉണ്ടാക്കുന്നില്ല, ഇല്ലാ നസഅ അല്ലാഹു മിൻ സുന്നതിഹിം മിസ്ലഹാ, അള്ളാഹു അവരിൽ നിന്ന് അതുപോലൊരു സുന്നത്ത് ഒഴിവാക്കാതെ, ثم لا يعيدها إليهم إلى يوم القيامة, പിന്നീട് യൗമുൽ ഖിയാമ വരെ അത് അവരിലേക്ക് മടങ്ങി വരാത്ത അവസ്ഥയിൽ. അപ്പൊ ഈ പറഞ്ഞതിന്റെ ആകത്തുക ഈ രണ്ട് കാര്യങ്ങൾ, സിദ്ഖും കദിബും ഒരിക്കലും ഖൽബിൽ ഒരുമിക്കില്ല, തൗഹീദും ശിർക്കും ഖൽബിൽ ഒരുമിക്കില്ല, നിഫാഖും അതുപോലെ തന്നെ ഈമാനും ഖൽബിൽ ഒരുമിക്കില്ല. ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിരുന്ന രണ്ട് ഈദുകളെ ഒഴിവാക്കുമ്പോൾ അതിന് പകരം ദീനിലുള്ള രണ്ട് ഈദുകൾ നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എന്താണ്? കാന ലക്കും യൗമാനി തൽഅബൂന ഫീഹിമാ, ഷിർക്കിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് രണ്ട് ദിവസം ഉണ്ടായിരുന്നു,
അതിൽ ആസ്വദിക്കാനും എല്ലാം ഉള്ള 2 ദിവസം ഉണ്ടായിരുന്നു. വഖദ് അബ്ദലകുമുല്ലാഹു ബിഹിമാ ഖൈറൻ മിൻഹുമാ യൗമൽ ഫിത്ർ വയൗമൽ അദ്ഹ. അല്ലാഹു ദാ 2 ദിവസം അതിന് പകരം നിങ്ങൾക്ക് തീരുമാനിച്ചിരിക്കുന്നു, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. അപ്പോ ഒരു കാര്യം, ഖൽബിന്റെ അവസ്ഥയിൽ 2 കാര്യങ്ങൾ ഒരുമിച്ചുണ്ടാവുക എന്നുള്ളത് അസംഭവ്യമായിട്ടുള്ള കാര്യമാണ്. അത് ഒരിക്കലും നടക്കുകയില്ല. അപ്പൊ ദീനിൽ ശറഅക്കപ്പെട്ട ഖൽബിന് ആവശ്യമായ കാര്യങ്ങൾ കൊണ്ട് നിറച്ചിട്ടില്ല എങ്കിൽ അതിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുക. ഇവിടെ നമുക്ക് ഉണ്ടാവേണ്ടത് അൽ ഹിമ്മത്തുൽ ആലിയ, അതായത് നമ്മുടെ ഖൽബിന് ഏറ്റവും ഉപകരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നേടിയെടുക്കാനും മറ്റുള്ളത് ഒഴിവാക്കാനും വലിയൊരു താല്പര്യവും പരിശ്രമവും നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവണം. അതല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ നമുക്ക് ശരിക്ക് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരിക്കലും ഇസ്ലാമിനെ ബാഹ്യമായ ആയുധങ്ങൾ കൊണ്ടല്ല തോൽപ്പിക്കുന്നത്. അവർക്കറിയാം, അവർക്ക് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അവർക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ ഏറ്റവും നല്ല അവരുടെ ഖൽബ് ഫസാദാക്കലാണ്. കാരണം അതിലാണ് ഈമാനിന്റെ സ്ഥാനം, അതിലാണ് ഇഖ്ലാസിന്റെ സ്ഥാനം, അതിലാണ് തൗഹീദിന്റെ സ്ഥാനം, അതിലാണ് തഖ്വയുടെ സ്ഥാനം. അതില്ലാതെ ഖൽബിന് ജീവനില്ലാതെ ശരീരത്തിന് എത്ര ശക്തി ഉണ്ടെങ്കിലും അത് അവർക്കൊരു ഉപകാരം ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഫസാദാക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. നമ്മൾ ഏതൊരാളും പഴച്ചു പോകുന്ന ഷഹ്വത്തുകളും ശുഭത്തുകളും ആ മേഖലയിലേക്കാണ് പോകുക. അപ്പൊ ശരീരത്തിന്റെ ശക്തിയും ആരോഗ്യത്തിനേക്കാൾ ഖൽബിന്റെ അവസ്ഥയെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ഖൽബിന്റെ ആരോഗ്യം കെടുത്തുന്ന ഒരു കാര്യവും പ്രവേശിക്കാതെ അതിനെ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ അള്ളാഹുവിനുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ച് മറ്റെന്തൊരു ഇച്ഛയേക്കാളും അള്ളാഹുവിന്റെ തൃപ്തിക്ക് പ്രാധാന്യം കൊടുത്ത് അങ്ങനെ ജീവിക്കുന്ന ഒരു അടിമയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? അവൻ അൽ ജന്നത്തുൽ മുഅജ്ജല, ദുനിയാവിലുള്ള സ്വർഗത്തിലായിരിക്കും, ദുനിയാവിന്റെ സ്വർഗത്തിലായിരിക്കും. അവൻ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകുന്നേരമാണെങ്കിലും അവന്റെ ചിന്ത അള്ളാഹു മാത്രമായിരിക്കും. അവന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ടാകും, അവന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ടാകും. അവന്റെ ഖൽബിനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ വേണ്ടി ഒഴിവാക്കി കൊടുക്കും. അവന്റെ നാവിനെ അള്ളാഹുവിന്റെ ദിക്ർ ചെയ്യാൻ വേണ്ടി അള്ളാഹു ഒഴിവാക്കി കൊടുക്കും. അവന്റെ അവയവങ്ങളെ അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി ഒഴിവാക്കി കൊടുക്കും. അള്ളാഹുവുമായി ഖൽബ് ബന്ധിപ്പിച്ചാൽ അവസ്ഥയാണ്. അതല്ല എങ്കിലോ ഒരാളുടെ ചിന്ത അള്ളാഹു അല്ല എങ്കിലോ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കാര്യങ്ങൾ അവനെ ഏൽപ്പിക്കും. നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം വരെ നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് ഓടി നടന്ന് അതിന്റെ പിന്നാലെ മാത്രം മുഴുകുന്ന അവസ്ഥയുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കൂ, മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു ജഅല അല്ലാഹു ഗിനാ ഫീ ഖൽബിഹി. ഒരാളുടെ ചിന്ത, അവന്റെ നിയ്യത്ത്, അവന്റെ ഉദ്ദേശം പരലോകമാണെങ്കിൽ അവന്റെ ഖൽബിൽ അള്ളാഹു ഗിന ഇട്ട് കൊടുക്കും, ഐശ്വര്യം ഇട്ട് കൊടുക്കും. വജമഅ ലഹു ശംലഹു, അവന്റെ കാര്യങ്ങൾ അള്ളാഹു ഒരുമിപ്പിച്ചു കൊടുക്കും. വഅതത്ഹു ദുനിയ വഹിയ റാഗിമത്തുൻ, അവന്റെ പിന്നാലെ ദുനിയാവ് അവൻ പറഞ്ഞാൽ കേട്ടുവരുന്നത് പോലെ വരും. വമൻ കാനത്തി ദുനിയ ഹമ്മഹു ജഅല അല്ലാഹു ഫഖറഹു ബൈന ഐനിഹി, ഒരാളുടെ പ്രധാനപ്പെട്ട ചിന്ത ദുനിയാവാണെങ്കിലോ അവന്റെ കൺമുന്നിൽ എപ്പോഴും ദാരിദ്ര്യമായിരിക്കും. വഫറഖ അലൈഹി ശംലഹു, അവന്റെ കാര്യങ്ങൾ ഛിന്ന ഭിന്നമാക്കി പോകും. വലം യഅതിഹി മിനദ് ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, അവന് നിർണയിക്കപ്പെട്ട ദുനിയാവിന്റെ അവസ്ഥയല്ലാതെ ഒന്നും, അവന് ദുനിയാവിന്റെ വസ്തുക്കളല്ലാതെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ ഖൽബിനെ അള്ളാഹുവിലേക്ക് മാത്രം തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിലേക്ക് മാത്രമാക്കി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്നത് ബാക്കിയുള്ള മുഅ്മിനീങ്ങളുടെ ഖൽബിനെ എല്ലാം അവനിലേക്ക് അള്ളാഹു തആല അടുപ്പിക്കും. സലഫുകൾ പറയാറുണ്ട്, മാ അഖ്ബല അബ്ദുൻ അലല്ലാഹി ബിഖൽബിഹി, ഒരടിമയുമില്ല അള്ളാഹുവിലേക്ക് അവന്റെ ഖൽബുമായി മുന്നിടാതെ, ഇല്ലാ അഖ്ബല അല്ലാഹു അസ്സ വജല്ല ബിഖുലൂബിൽ മുഅ്മിനീന ഇലൈഹി ഹത്താ യർസുഖഹു മവദ്ദതഹും വറഹ്മതഹും, മുഅ്മിനീങ്ങളുടെ ഖൽബുകളെ അവനിലേക്ക് അള്ളാഹു തിരിക്കും. അവനോടുള്ള ഇഷ്ടം, അവനോടുള്ള കാരുണ്യം ആ മുഅ്മിനീങ്ങളുടെ ഖൽബിൽ അള്ളാഹു തആല ഇട്ട് കൊടുക്കും. അപ്പോ ഇവിടെ പറഞ്ഞ വിഷയം, ഖൽബിൽ എതിരായിട്ടുള്ള 2 കാര്യങ്ങൾ ഒരിക്കലും ഒരുമിച്ചുണ്ടാവുകയില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അൽ ഖാഇദത്തു റാബിഅ, 4ാമത്തെ ഖായിദ, അൽ ഖൽബു ഹുവൽ അസ്ലു വൽ ജവാരിഹു തബഉൻ. അടിസ്ഥാനം എന്നുള്ളത് ഖൽബാണ്, അവയവങ്ങൾ എന്നുള്ളത് ആ ഖൽബിനെ പിൻപറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് കാണാം, അൽ ഖൽബു മലിക്കുൻ വലഹു ജുനൂദുൻ. ഖൽബ് എന്ന് പറഞ്ഞാൽ അതൊരു രാജാവിനെ പോലെയാണ്, അതിന് സൈന്യമുണ്ട്. ഫൈദാ സ്വലഹൽ മലികു സ്വലഹത് ജുനൂദു, ഒരാളുടെ ആ രാജാവ് നന്നായി കഴിഞ്ഞാൽ ആ സൈന്യവും നന്നാകും. വൈദാ ഫസദൽ മലികു ഫസദത് ജുനൂദുഹു, ആ രാജാവ് ഫസാദായി കഴിഞ്ഞാൽ ആ സൈന്യവും ഫസാദായി പോകും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന ആശയമാണ്. ഇവിടെ മനസ്സിലാക്കുക, നമ്മുടെ ഖൽബ് നന്നായിട്ടുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടുള്ള കർമ്മങ്ങളും നന്നാകുന്നതാണ്. നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യമായ കർമ്മങ്ങളിൽ എന്തെങ്കിലും വീഴ്ച വരുന്നുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ കേട് വന്നിട്ടുള്ളത് നമ്മുടെ ഖൽബാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൽബിലേക്ക് ചൂണ്ടിക്കൊണ്ട് അത്തഖ്വ ഹാഹുന എന്ന് പറഞ്ഞത്. തഖ്വ എന്നുള്ളത് ഖൽബിലാണ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഹദീസിൽ വളരെ പ്രശസ്തമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ വഇന്ന ഫിൽ ജസദി മുദ്ഗ, നിങ്ങൾ അറിയണം ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവൻ നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാൽ ശരീരം മുഴുവൻ കേടുവരും. അലാ വഹിയൽ ഖൽബ്, നിങ്ങൾ അറിയണം അത് ഖൽബാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ശരീഅത്തുകളും ശരീഅത്തിന്റെ നിയമങ്ങളും അതുപോലെ ദീനിന്റെ കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അഅമാലുൽ ജവാരിഹ്, അവയവങ്ങളുടെ കർമ്മങ്ങളും ഖൽബിന്റെ കർമ്മങ്ങളും തമ്മിലുള്ള ബന്ധം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും, ഒരു വ്യക്തി മുഅ്മിനും മുനാഫിഖുമായിട്ട് വേർതിരിയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? നിസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണോ? നോമ്പിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല, അവന്റെ ഖൽബിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതും പ്രവേശിക്കാതിരിക്കുന്നതും ബാഹ്യമായ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണോ? ഒരാൾ നിസ്കരിച്ചുകൊണ്ട് മുസ്ലിമാവോ? നോമ്പ് വെച്ചുകൊണ്ട് മുസ്ലിമാവോ? ഇല്ല. അവൻ ഷഹാദത്ത് പറയുന്നത് ഖൽബിൽ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരാളുടെ കർമ്മങ്ങൾ അത് അവർക്ക് ഉപകരിക്കണമെങ്കിൽ എന്ത് വേണം? സഹീഹായ അഖീദ വേണം. ഒരാൾ ശിർക്ക് ചെയ്യുന്ന ആളാണ്, അയാൾ വേറെ എത്ര കർമ്മങ്ങൾ ചെയ്താലും ഉപകരിക്കോ? ഇല്ല. ശിർക്കിന്റെ തൗഹീദിന്റെ അടിസ്ഥാനം എവിടെയാണ്? ഖൽബാണ്. അപ്പൊ ശരീഅത്ത് മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഖൽബാണ് അടിസ്ഥാനം. സാലിഹ് സിന്ദി ഹഫിദഹുല്ലാഹ് അദ്ദേഹം 6 കാര്യങ്ങളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എണ്ണി പറയുന്നുണ്ട്. ഒന്നാമത്തേത് പറയുന്നത്, ഖൽബിന്റെ അഹ്കാമുകൾ പഠിക്കുക എന്നുള്ളത് ബാക്കിയുള്ള ബാഹ്യമായ അവയവങ്ങളുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ പഠിക്കുന്നതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യമാണ്. ഖൽബിന്റെ അഹ്കാമുകൾ പഠിക്കുക എന്നുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പ്രാധാന്യമുള്ള, മറ്റേ പ്രാധാന്യം ഇല്ല എന്നല്ല, അതിനേക്കാൾ ഒരു പടി പ്രാധാന്യമുള്ള കാര്യമാണ് ഖൽബിന്റെ അവസ്ഥകളും അതിന്റെ ഹുക്കുമുകളും പഠിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ഇതാ പറഞ്ഞത്, അതായത് ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, അയാൾക്ക് അതിൽ ഖുശൂ ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, നിസ്കരിക്കുന്ന ഒരു ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞു, അതിൽ ഓരോ ആളുകൾക്ക് ഓരോ പ്രതിഫലമായിരിക്കും. 10 10, 10 9, 10 8, 10 7, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? അവന്റെ ഖൽബിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ അടുത്ത കാര്യം പറയുന്നത്, ഒരാൾക്ക് പ്രതിഫലം നൽകുന്നതും ശിക്ഷ നൽകുന്നതും ഒരാൾക്ക് പ്രശംസ ലഭിക്കുന്നതും ഒരാൾക്ക് നിന്ദ്യത ലഭിക്കുന്നതുമെല്ലാം അടിസ്ഥാനം ഖൽബുമായി ബന്ധപ്പെട്ടിട്ടാണ്. ബാഹ്യമായിട്ടുള്ളത് അതിന്റെ ശാഖ മാത്രമാണ്. ഒരാൾക്ക് അമലിനുള്ള പ്രതിഫലം ലഭിക്കുന്നതും ശിക്ഷ ലഭിക്കുന്നതും അടിസ്ഥാനം അവന്റെ ഖൽബിന്റെ അവസ്ഥയെ പരിഗണിച്ചുകൊണ്ടാണ്. മൂന്നാമത്തേത് പറയുന്നത്, ബാഹ്യമായ കർമ്മങ്ങളുടെ കൊണ്ടുള്ള അടിസ്ഥാന ഉദ്ദേശം എന്നുള്ളത് അവന്റെ ഖൽബ് നന്നാകാനും ഖൽബ് നേരെ ചൊവ്വേ നിലനിൽക്കാനും അതിൽ ഉബൂദിയത്ത് ഉണ്ടാകാനും വേണ്ടിയിട്ടാണ്. ബാഹ്യമായ കർമ്മങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്താണ്? അവന്റെ ഖൽബ് നന്നാകണം, അതിൽ തൗഹീദ് ഉണ്ടായിരിക്കണം, അതിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ടാകണം, അതിനു വേണ്ടിയിട്ടാണ്. അതിന് തെളിവായി പറയുന്നത് സൂറത്തുൽ ഹജ്ജിലെ 37-ാമത്തെ ആയത്താണ്. അതിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു അത്തഖ്വാ മിൻകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ നിങ്ങൾ അറുക്കുന്ന ജീവികളുടെ മാംസമോ രക്തമോ ഒന്നും കിട്ടുന്നില്ല, ബാഹ്യമായിട്ടുള്ള ഒന്നും ലഭിക്കുന്നില്ല. പക്ഷേ അള്ളാഹുലേക്ക് എത്തുന്ന എന്താണ്? നിങ്ങളുടെ തഖ്വയാണ്, നിങ്ങളുടെ ഖൽബിലുള്ള തഖ്വയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങൾ. അറിവ് നടത്തുന്നത് അള്ളാഹ്ക്ക് മാംസം കിട്ടാനാണോ? അള്ളാഹ്ക്ക് അതുകൊണ്ട് നേട്ടമുണ്ടാവാനാണോ? അല്ല, നമ്മുടെ ഖൽബിലുള്ള തഖ്വയെ തെളിയിക്കാനാണ്. നാലാമത്തെ ഒരു കാര്യം പറയുന്നത്, ഖൽബ് കൊണ്ടുള്ള ഉബൂദിയത്ത് എന്നുള്ളത് അവയവങ്ങളോ കൊണ്ടുള്ള ഉബൂദിയത്തിനേക്കാൾ മഹത്വമുള്ളതാണ്. കാരണം ശരീരം കൊണ്ടുള്ള ഉബൂദിയത്ത്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാന്ന് വിചാരിക്കുക, അതിന് ചിലപ്പോൾ ചില സമയം ഉണ്ടാവും, ചില സന്ദർഭം ഉണ്ടാവും. പക്ഷെ ഖൽബ് കൊണ്ടുള്ള ഇബാദത്തുകൾ എപ്പോഴും ഒരുപോലെയാണ്. 5 വക്ത് നിസ്കാരം, അതിന് സമയം നിർണയിച്ചിട്ടുണ്ട്. നോമ്പ് നോൽക്കാൻ റമളാനിൽ നോമ്പ് നോൽക്കാവുന്നതാണ്. എന്നാൽ അള്ളാഹുവിനോടുള്ള ഇഖ്ലാസിനോ അള്ളാഹുവിനോടുള്ള ഹുബ്ബിനോ റജാഇനോ ഖൗഫിനോ തവക്കുലിനോ ഖൽബുമായി ബന്ധപ്പെട്ട ഇബാദത്തുകൾക്ക് എന്തെങ്കിലും സമയം നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ല. അത് എപ്പോഴും ഒരുപോലെ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്.
അഞ്ചാമത്തേത് പറയുന്നത്, ഏതൊരു കാര്യം അല്ലാഹു തആല ബാഹ്യമായി കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പനയുടെ അടിസ്ഥാനവും ആദ്യം ഉണ്ടാകേണ്ടതും അത് ഖൽബിനാണ്. ഏതൊരു കാര്യം ദീനിൽ കൽപ്പന വന്നിട്ടുണ്ടോ, ഒരു കൽപ്പനയോ വിരോധനോ എന്തും വന്നിട്ടുണ്ടോ അത് അടിസ്ഥാനപരമായിട്ട് ഖൽബിനുള്ളതാണ്. രണ്ടാമതായിട്ടാണ് ബാഹ്യമായിട്ട് ആ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. കാരണം ഈ അല്ലാഹു തആല എന്തും പരിഗണിക്കുന്നത് ഖൽബിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പോൾ ഒരാൾ, ഒരു ഭ്രാന്തനായിട്ടുള്ള ആൾ, അല്ലെങ്കിൽ സുഖമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ഉറങ്ങുന്ന ഒരാൾ, അയാൾ എന്തെങ്കിലും ചെയ്തതിന്റെ പേരിൽ അയാളുടെ മേലെ കുറ്റം ഉണ്ടാവുമോ? ഇല്ല. അയാൾ അതിന്റെ മേലെ പിടികൂടൂല, ശിക്ഷയല്ല. കാരണം എന്താ? അയാളുടെ ഖൽബിൽ ഉദ്ദേശമില്ലാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് സൂറത്തുൽ ബഖറയിലെ 225-ാമത്തെ ആയത്തിൽ, വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുകും, നിങ്ങളുടെ ഖൽബ് എന്താണോ നേടിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന്റെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു പിടികൂടുന്നത്. അപ്പോ ഖൽബിന്റെ ഏതൊരു കൽപ്പനയും ഖൽബിനാണ് ആദ്യമായി വന്നിട്ടുള്ളത്, രണ്ടാമതാണ് അവയവങ്ങൾക്കുള്ളത്. ആറാമത്തെ ഒരു കാര്യം പറയുന്നത്, ഖൽബിന് അവയവങ്ങളുടെ മേലെ ഒരു അധികാരമുണ്ട്. അവയവങ്ങൾ ഖൽബിനെ അനുസരിക്കുന്നു, അംഗീകരിക്കുന്നു എന്നത് മാത്രമാണ്. ഇവിടെ നമ്മൾ എത്ര അമലുകൾ ബാഹ്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഖൽബിന്റെ അതിനെ തൊട്ടുള്ള ഹലാവത്തില്ല എങ്കിൽ, അതിൽ ആസ്വാദനമില്ല എങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ്. അത് പുറത്ത് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. വെറും ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങൾ മാത്രമാണോ അതോ ഖൽബിന്റെ ഹലാവത്തുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമെന്നാണ്. ഒരിക്കൽ മുഹമ്മദ് ബിൻ മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, അബൂദർദ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനയിലേക്ക് വന്നു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ദമസ്കസിലായിരുന്നു താമസം ഉണ്ടായിരുന്നത്. ഒരിക്കൽ മദീനയിലേക്ക് വന്ന സന്ദർഭത്തിൽ മദീനയിലുള്ള മുസ്ലിമീങ്ങളെ കണ്ട്, ആളുകളെ കണ്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, മാലി ലാ അറാ അലൈക്കും യാ അഹ്ലൽ മദീന ഹലാവത്തുൽ ഈമാൻ. മദീനക്കാരെ, ഞാൻ എന്താണ് നിങ്ങളിൽ ഈമാനിന്റെ ആസ്വാദനം കാണുന്നില്ലല്ലോ. നിങ്ങൾ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ നിങ്ങളിൽ ഈമാനിന്റെ ആസ്വാദനം ഞാൻ കാണുന്നില്ലല്ലോ, രുചി കാണുന്നില്ലല്ലോ, നിങ്ങളത് ആസ്വദിക്കുന്നത് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലദീ നഫ്സി ബിഹി, അല്ലാഹുവാണ് സത്യം, ലൗ അന്ന ദുബ്ബൽ ഗാബത്തി തുഇമൽ ഈമാൻ, കാടിനകത്തുള്ള ഒരു കരടി അങ്ങാനും ഈമാൻ രുചിച്ചിട്ടുണ്ട് എങ്കിൽ ലറുഇയ അലൈഹി ഹലാവത്തുൽ ഈമാൻ, അവനിൽ കാണപ്പെടും, ആ ഈമാനിന്റെ രുചി എന്താണെന്ന് അവനിൽ കാണപ്പെടും എന്ന് അബൂദർദ റളിയല്ലാഹു അൻഹു പറയാൻ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി. നമ്മൾ ഈമാനിന്റെ ആസ്വാദനവും ഈമാനിന്റെ രുചിയും ലഭിക്കാതിരിക്കാനുള്ള തടസ്സം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഖൽബ് അതിനായിട്ട് ഒഴിവാകുന്നില്ല, നമ്മുടെ ഖൽബിൽ അതിനൊരു സ്ഥാനവും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് അത് ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നമുക്ക് ആകാനുള്ള കാരണം. അപ്പോ ഈ പറഞ്ഞത് ഖൽബാണ് അടിസ്ഥാനം. അവയവങ്ങൾ എന്നുള്ളത് ഖൽബിന്റെ അനന്തരമായിട്ടുണ്ടാകുന്ന ഫർആയിട്ടുണ്ടാകുന്ന കാര്യമാണ്. ഖൽബില് ഇഖ്ലാസ് ഇല്ലാതെ, ഖൽബിൽ സിദ്ഖില്ലാതെ എത്ര കർമ്മങ്ങൾ ബാഹ്യമായിട്ടുണ്ടെങ്കിലും അത് ഉപകരിക്കില്ല. എന്നാൽ ഒരാൾക്ക് ഖൽബിൽ ഇഖ്ലാസും സിദ്ഖും തഖ്വയും ഉണ്ടെങ്കിൽ ബാഹ്യമായി അത് പ്രകടമാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അൽ ഖായിദത്തുൽ ഖാമിസ്, അഞ്ചാമത്തെ ഖായിദ എന്ന് പറയുന്നത്, അൽ ഗിനൽ ഖൽബ്, യഥാർത്ഥത്തിലുള്ള ധന്യത, യഥാർത്ഥത്തിലുള്ള ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഗിനൽ ഖൽബ്, ഖൽബിന്റെ ഗിനാണ്, ഖൽബിന്റെ ഐശ്വര്യമാണ്. ഇവിടെ ഗനി എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഗനി എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ആശ്രയം ആവശ്യമില്ലാത്ത ഒരാൾ, ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്ത ഒരാൾ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവെയോ വ്യക്തിയെയോ ആശ്രയിക്കാതെ അവന് ജീവിക്കാൻ സാധിക്കില്ല. അവൻ ജനിച്ചു വീഴുന്നത് തന്നെ അങ്ങനെയാണ്. അവൻ ജനിച്ചു വീഴുന്നത് തന്നെ സ്വന്തത്തിൽ പോലും എന്തെങ്കിലും ഒരു കാര്യത്തിനെ ആശ്രയിക്കാതെ അവന് ജീവിക്കാൻ സാധിക്കില്ല. അപ്പൊ ഒരാൾ യഥാർത്ഥത്തിൽ ഗനിയാവണമെങ്കിൽ ആരെങ്കിലും മനുഷ്യനെന്ത് വേണം? ഒരാൾ ആശ്രയിക്കണം. അപ്പോ ഏതെങ്കിലും സമ്പത്തിനെയോ അല്ലെങ്കിൽ ആരോഗ്യത്തെയോ സൗന്ദര്യത്തെയോ ആശ്രയിക്കുന്ന ഒരാളെന്ന് വിചാരിക്കുക. അവൻ വിചാരിക്കുന്നത് അവന് സമ്പത്തുണ്ട്, അതുകൊണ്ട് വേറെ ആൾ ആശ്രയിക്കേണ്ടി വരുന്നില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുന്ന, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാകുന്ന ഒരുവനാണ് യഥാർത്ഥത്തിൽ ഗനി. ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എന്തായാലും വേറെ ആൾ ആശ്രയിക്കണം. അപ്പൊ ആ മനുഷ്യൻ അവന്റെ സമ്പത്തിനെ ആശ്രയിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറൊരു മുതലാളിയെ ആശ്രയിക്കുകയാണെന്ന് വിചാരിക്കുക, എനിക്ക് ഇന്ന ആളുണ്ട് അതുകൊണ്ട് ഇക്കത് മതി എന്നുള്ളത്. എന്നാൽ വേറൊരു അടിമ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവർ രണ്ടിൽ ആരാണ് ശക്തനാകുന്നത്?
ഇവരാരെയാണോ ആശ്രയിക്കുന്നത് അവന്റെ ശക്തി അനുസരിച്ചിട്ടാണ് ഈ ആവശ്യക്കാരൻ ശക്തനാകുന്നത്. അപ്പൊ വേറൊരു മനുഷ്യനെ ആശ്രയിക്കുന്നവനാണോ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ഖനിയായിട്ടുള്ള അള്ളാഹുവിനെ ആശ്രയിക്കുന്നവനാണോ യഥാർത്ഥത്തിൽ ശക്തൻ? അള്ളാഹുവിനെ ആശ്രയിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള ഖനി ഐശ്വര്യം എന്ന് പറയുന്നത് അള്ളാഹുവിൽ മാത്രം ആശ്രയിക്കുമ്പോഴാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു ബൈത്ത് കാണാം, വൽ ഫഖ്റു ലി വസ്ഫു ദാത്തിൻ ലാസിമുൻ അബദാ. ഇബ്നു തൈമിയ പറയാണ്, ഫഖർ ദാരിദ്ര്യം ആവശ്യക്കാരനാവുക എന്നുള്ളത് എന്നിൽ എപ്പോഴുമുള്ള ഒരു വസ്ഫാണ്. മനുഷ്യരെല്ലാവരും അടിസ്ഥാനപരമായിട്ട് ഫഖീറുകളാണ്. കമൽ ഗിന അബദൻ വസ്ഫുൻ ലഹു ദാതി. എന്നാൽ ഗിന എന്നുള്ളത് ഐശ്വര്യം എന്നുള്ളത് മറ്റൊരാളെയും ആശ്രയിക്കേണ്ടതില്ല എന്നുള്ളത് അള്ളാഹുവിന് എപ്പോഴുമുള്ള വിശേഷണമാണ്. അപ്പൊ അള്ളാഹുവിനെ ആശ്രയിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു അടിമയെ ശക്തനാക്കുന്നത്. ഇനി പറയുന്നത് കാണാം, വഅഫ്ഖറുന്നാസി ഇലല്ലാഹ് അഗ്നാഹും ബിഹി. ഏറ്റവും ജനങ്ങളിൽ ഖനിയായിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണോ ഏറ്റവും അധികം അള്ളാഹുലേക്ക് ആവശ്യക്കാരനാകുന്നത് അവനാണ്. ജനങ്ങളിൽ ഏറ്റവും പ്രതാപമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണോ അള്ളാഹു ഏറ്റവും താഴ്മ കാണിക്കുന്നത് അവനാണ്. ആരാണോ ഏറ്റവും അള്ളാഹുവിന്റെ അടുക്കൽ ദുർബലനായി നിൽക്കുന്നത് അവനാണ് ജനങ്ങളിൽ ഏറ്റവും അധികം ശക്തനാകുന്നത്. അഥവാ അള്ളാഹുവിലേക്ക് എങ്ങനെ നിൽക്കുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഒരാളുടെ അവസ്ഥ എത്തിച്ചേരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാരിദ്ര്യവും ഐശ്വര്യവും ഒരിക്കലും ഭൗതികമായിട്ടുള്ള ബാഹ്യമായ കാര്യങ്ങൾ വെച്ചിട്ടുള്ളതല്ല. യഥാർത്ഥത്തിലുള്ള ഐശ്വര്യം ധന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവന്റെ കൽബ് എത്രത്തോളം അള്ളാഹുവിനെ ആശ്രയിക്കുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ ഇമാം അഹ്മദ് ഇബ്നു ഉയൈന ഇബ്നു വഹബ് അതുപോലെയുള്ള ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ തേടിയിട്ടുള്ള ഫഖറിൽ നിന്ന് രക്ഷ തേടിയിട്ടുള്ള ഹദീസുകളെല്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫഖറുൻ നഫ്സാണ്. ഫഖറുൻ നഫ്സാണ്. സ്വന്തത്തിലെ ആ കൽബിലുണ്ടാകുന്ന ദാരിദ്ര്യം അഥവാ അള്ളാഹു അല്ലാത്ത വേറൊരാളിലേക്ക് ആശ്രയിക്കുന്ന അവസ്ഥ അതുണ്ടാകരുത് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് രീതിയിലുണ്ട്. ഈ ഖിന എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. ഖിനൽ മാലും ഉണ്ട്, ഖിനൽ നഫ്സും ഉണ്ട്. ഒരു ഹദീസ് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ്, ഏറ്റവും നല്ല സ്വതക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഖനിയാക്കിയിട്ട് ബാക്കിയുള്ളത് കൊടുക്കലാണ് ഏറ്റവും നല്ല സ്വതക്ക എന്നൊരു ഹദീസ് കാണാം. അതായത് തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തനിക്കുണ്ടായിട്ട് ബാക്കി സ്വതക്ക കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല സ്വതക്ക. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുള്ള ഖനി എന്നുള്ളത് അവൻ ഖനിയാകുന്ന രണ്ട് രീതിയിലാണ്. ഒന്നെങ്കിൽ അവനും അവന്റെ കുടുംബത്തിനും എല്ലാം കൊടുക്കാനുള്ള സമ്പത്ത് അവന്റെ കയ്യിൽ ഉണ്ടായിട്ട് ബാക്കി കൊടുക്കലാണ് ഏറ്റവും നല്ല സ്വതക്ക എന്ന്. രണ്ടാമതൊരു തഫ്സീർ പറഞ്ഞത് എന്താണെന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകിയതുപോലെ നഫ്സിൽ ഖിനയുണ്ടായിട്ട് പൂർണ്ണമായി അള്ളാഹുവിൽ ആശ്രയിക്കാൻ സാധിച്ചിട്ട് മുഴുവൻ കൊടുക്കുന്നവൻ അങ്ങനെയുമാകാം എന്ന് ഉലമാക്കൾ വിശദീകരിച്ചാണ്. ഇവിടെ പറഞ്ഞതിന്റെ ആകെ തുക യഥാർത്ഥത്തിലുള്ള ധന്യത, യഥാർത്ഥത്തിലുള്ള ആ ആശ്രയം എന്ന് പറയുന്നത് അള്ളാഹുവിൽ മാത്രമാകുമ്പോഴാണ് അവൻ ഖനിയാകുന്നത്. മറ്റൊരു ബൈത്ത് കാണാം, യാ ഖനിയൻ ബിദ്ദനാനീർ മുഹിബ്ബുല്ലാഹി അഗ്നാ. സമ്പത്ത് കൊണ്ട് ധന്യനായിട്ടുള്ള ഒരുവനെ എന്നിട്ട് പറയാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ധന്യനായിട്ടുള്ളവൻ, അവനാണ് യഥാർത്ഥത്തിൽ ഖനി എന്ന് കാണാം. ഹദീസുകൾ ധാരാളം ഈ ആശയത്തിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ ഖിന ഖിനൽ ഖൽബ് വൽ ഫഖ്റു ഫഖ്റുൽ ഖൽബ്. തീർച്ചയായിട്ടും ധന്യത എന്ന് പറഞ്ഞാൽ കൽബിന്റെ ധന്യതയാണ്, ഫഖർ എന്ന് പറഞ്ഞാൽ കൽബിന്റെ ഫഖറാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ലൈസൽ ഖിന അൻ കസ്റത്തിൽ അർദ് വലാകിന്നൽ ഖിന ഖിനൻ നഫ്സ്. ഖിന എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ, ഭൗതികമായ വസ്തുക്കൾ കുറെ ഉണ്ടായി എന്നുള്ളതല്ല, അത് യഥാർത്ഥത്തിൽ അവന്റെ സ്വന്തത്തിൽ അവൻ ഖനിയാവുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് തേടിയിട്ടുണ്ട്, ഖിന തേടിയിട്ടുണ്ട്, ധന്യത തേടിയിട്ടുണ്ട്. അതെന്താണ് തേടുന്നത്? ഈ കൽബിന്റെ ഖിനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയിൽ വന്നിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽ അഫാഫ വൽ ഖിന. അല്ലാഹുവേ, നിന്നോട് ഞാൻ നേർമാർഗത്തെയും തഖ്വയെയും അതുപോലെ തന്നെ മറ്റൊരാളെ ആശ്രയിക്കേണ്ടത് ആവശ്യമില്ലാത്ത വിധം ഖിനയെയും തേടുന്നു എന്നുള്ളത് അത് ഖൽബിന്റെ ഖിനയാണ് എന്ന് ഉലമാക്കൾ വിശദീകരിച്ചത് കാണാം. അടുത്ത ഖായിദ അൽ ഖായിദത്തു സാദിസ, ഇത് കഴിഞ്ഞ ഖിനയുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് വന്നിട്ടുള്ളതാണ്. ഇദസ്തഗ്നൽ ഖൽബു ബിൽ ഖാലിഖ് ഇസ്തഗ്ന അനിൽ മഖ്ലൂഖ്. അള്ളാഹുവിൽ പൂർണ്ണമായി ഒരാൾ ആശ്രയിക്കുന്നുണ്ട് എങ്കിൽ അവൻ അള്ളാഹ് മതി.
അള്ള മതി എന്ന അവസ്ഥയിൽ പൂർണ്ണമായി അള്ളാഹുവിനെ ആശ്രയിക്കുന്നുണ്ട് എങ്കിൽ മറ്റുള്ള സൃഷ്ടികളോട് ആവശ്യക്കാരനാകാത്ത വിധം അവന് ധന്യതയും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് എന്ന് പറയുന്ന കായികയാണത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൽ പൂർണ്ണമായി ആശ്രയിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, അള്ളാഹുവിന്റെ ഉലൂഹിയത്തും റുബൂബിയത്തും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തആലയുടെ കഴിവും ശക്തിയും അള്ളാഹുവിലേക്ക് നാം വകവെച്ച് കൊടുക്കേണ്ട കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തേത്, നമ്മുടെ നഫ്സിന്റെ അവസ്ഥ, ദുർബലത, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഒരാൾക്ക് മനസ്സിലായോ അള്ളാഹു അല്ലാതെ മറ്റൊരു സൃഷ്ടിയുടെ മേലെയും ആശ്രയിക്കാൻ അവന് സാധിക്കില്ല. അത് ഇവിടെ നാട്ടിലെ ശിർക്ക് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ ദുആഇന്റെ ബാബിൽ പറ്റില്ല. അള്ളാഹു അല്ലാത്ത ഒരാളോട് ദുആ ചെയ്യാൻ സാധിക്കില്ല. അള്ളാഹു അല്ലാത്ത ഒരാളുടെ മേലെ ബലമേൽപ്പിക്കില്ല. അള്ളാഹു അല്ലാത്ത വേറൊരാളുടെ മേലെ ഭയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകില്ല. അള്ളാഹുവിനെ പോലെ വേറൊരാളെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകില്ല. പൂർണ്ണമായും അള്ളാഹുവിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ അവൻ മാറുകയും അള്ളാഹു മാത്രം മതി എനിക്ക് എന്നുള്ള അവസ്ഥയിൽ എത്തുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ആവശ്യങ്ങള് ജനങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഗുണമുണ്ടാക്കുന്നതിനേക്കാൾ ദോഷം ഉണ്ടാക്കുള്ളൂ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ഫൈനൽ മഖ്ലൂഖീന ഇദാ ഇസ്തകാ ഇലൈഹിം അൽ ഇൻസാൻ ഫളററുഹും അഖ്റബു മിൻ നഫ്ഇഹിം. ഒരു സൃഷ്ടികളോടാണ് നമ്മുടെ ആവശ്യം, നമ്മുടെ ബുദ്ധിമുട്ട്, നമ്മുടെ ദുരിതം പറഞ്ഞ് നമ്മൾ ചെല്ലുന്നത് എങ്കിൽ അവരെ കൊണ്ടുള്ള ഉപകാരത്തിനേക്കാൾ നമുക്കുണ്ടാവുക അവരെ കൊണ്ടുള്ള ഉപദ്രവമായിരിക്കും. والخالق جل جلاله وتقدست أسماؤه ولا إله غيره إذا اشتكى إليه المخلوق وأنزل حاجته به واستغفره من ذنوبه أيده وقواه وهداه وصد فاقته. എന്നാൽ അള്ളാഹുവിനോടാണ് ഒരാൾ ചോദിക്കുന്നത്, പരാതിപ്പെടുന്നത് എങ്കിൽ അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ, അവനെ പിന്താങ്ങാൻ അള്ളാഹു ഉണ്ടാകും. അള്ളാഹു അവന് മതിയായവനാണ്. ഇനി എങ്ങനെയാണ് സഹോദരങ്ങളെ ഇത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുക, അള്ളാഹുവിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ സാധിക്കുക? അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഹദീസുകളിലൂടെ പഠിപ്പിച്ച് അള്ളാഹുവിനോട് ഖൽബ് തഅല്ലുഖാവുക. മറ്റൊരു സൃഷ്ടിയിലേക്കും ഖൽബ് ബന്ധപ്പെടാത്ത രീതിയിൽ, ഖൽബ് തഅല്ലുഖാകാത്ത രീതിയിൽ അള്ളാഹുവിലേക്ക് മാത്രമാവുക. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ സഅൽത ഫസ്അലില്ലാഹ് ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്ക്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം സഹായം തേട്. ഒരു ഹദീസ് കാണാം, ഔഫ് ഇബ്നു മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞങ്ങൾ കുറച്ച് ആളുകൾ, ഒരു 6-7 ആളുകൾ, അവരോട് മാത്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബൈഅത്ത് ചെയ്തു. ആ ബൈഅത്ത് ചെയ്ത വിഷയത്തില് ഒരു കാര്യം ബാക്കിയുള്ള ആളുകളോടൊന്നും ബൈഅത്ത് ചെയ്തിട്ടില്ല. എന്താ കാര്യം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സ്വകാര്യമായി പറയുകയുണ്ടായി, ലാ തസ്അലു നാസ ശൈആ. ബാക്കിയുള്ള കാര്യങ്ങൾ, നിസ്കരിക്കണം, തൗഹീദ്, നോമ്പ് വെൽക്കണം ഒക്കെ ഉറക്കെ പറഞ്ഞിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം കുറച്ച് അവരോട് മാത്രമായിട്ട് പറഞ്ഞു, നിങ്ങൾ ബൈഅത്ത് ചെയ്യണം എന്നോട്. എന്താണ്? അലാ യസ്അലു അഹദൻ ശൈആ, അല്ലെങ്കിൽ ലാ തസ്അലു നാസ ശൈആ. ജനങ്ങളോട് ഒരാളോടും ഒന്നും ചോദിക്കരുത്. ഒന്നും ചോദിക്കരുത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ സഹാബി പറയുന്നുണ്ട്, ഫലഖദ് റഅയ്തു ബഅദ ഉലൈക നഫർ, ആ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, യസ്ഖുതു സൗതു അഹദിഹിം ഫമാ യസ്അലു അഹദൻ യുനാവിലുഹു ഇയ്യാഹ്. അവരുടെ ആ വാഹനമൃഗത്തിന്റെ പുറത്തുനിന്ന് അതിന്റെ ചാട്ട എങ്ങാനും താഴ്ത്ത് വീണാൽ പോലും ഒരാളെ വിളിച്ചിട്ട് അത് എടുത്തു തരാൻ വേണ്ടി അവർ ചോദിക്കാറുണ്ടായിരുന്നില്ല. കാരണം അള്ളാഹുവിനോട് മാത്രമേ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയുള്ളൂ എന്നുള്ള ഒരു ഉന്നതമായ അവസ്ഥ. അങ്ങനെ എത്താൻ സാധിച്ചാൽ, പരിശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എത്താൻ സാധിച്ചാൽ അത് ഏറ്റവും മഹത്തായിട്ടുള്ള ഒരവസ്ഥയാണ്. അബുൽ അബ്ബാസ് അൽ ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഹംലുൻ മിൻഹു അലൽ മകാരിമിൽ അഖ്ലാഖ്. വേറൊരാളോട് ആവശ്യപ്പെടാതിരിക്കുക എന്നുള്ളത് ശ്രേഷ്ഠമായ സ്വഭാവത്തിന്റെ ഗുണമാണ്. സൃഷ്ടികളുടെ ഔദാര്യം എന്തെങ്കിലും നേടി എന്നുള്ളതിന് ഒഴിവാകാൻ പറ്റുന്ന കാര്യമാണ്. എന്തെങ്കിലും ആവശ്യത്തിന്റെ വിഷയത്തിൽ ക്ഷമ പഠിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ജനങ്ങളിലേക്ക് ആവശ്യക്കാരനാകാതെ ജീവിക്കാൻ പറ്റുന്നതും സ്വന്തത്തിൽ ഇസ്സത്ത് ഉണ്ടാക്കുന്ന കാര്യവുമാണ് എന്ന് ഇത് വിശദീകരിച്ച് പറയാണ്. ഇതേ ആശയത്തിൽ വേറൊരു ഹദീസ് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലയായിട്ടുള്ള തൗബാൻ റളിയല്ലാഹു അൻഹു
അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യദ്മനു ലി വാഹിദതൻ വഅദ്മനു ലഹുൽ ജന്ന. ആരാണ് ഒരു കാര്യം എന്നിൽ നിന്ന് ഏറ്റെടുക്കുക, അതിന് ജാമ്യം നിൽക്കുക, ഞാൻ അവന് സ്വർഗമുണ്ട് എന്ന് ജാമ്യം നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പൊ സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിൽക്കുക റസൂലേ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താ അറിയോ? ലാ തസ്അലുന്നാസ് ഷൈഅ, ജനങ്ങളോട് ലാ തസ്അലിന്നാസ് ഷൈഅ, ജനങ്ങളോടൊന്നും നീ ചോദിക്കരുത് എന്ന് പറഞ്ഞത് കാണാം. ഇവിടെ പറഞ്ഞത് അള്ളാഹുവിൽ മാത്രം ഒരാൾ ആശ്രയിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അവൻ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളെ ഒരു വിധത്തിലും ആശ്രയിക്കാതെ, അഥവാ അവന്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുത്തുകൊണ്ട് തന്നെ ആശ്രയിക്കാതെ അവന് ജീവിക്കാൻ സാധിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു എത്തിക്കുന്നതാണ്. കാരണം ജനങ്ങളിലേക്ക് ആവശ്യക്കാരനായിട്ട് നമ്മൾ പോകാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അവരോട് ചോദ്യം ആവശ്യപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് കൽബിൽ ഒരു വിധേയത്വം കാണിക്കേണ്ടി വരും, അവരോടൊരു താഴ്മ കാണിക്കേണ്ടി വരും. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒഴിവായി അള്ളാഹുവിൽ മാത്രം ആകാൻ സാധിക്കും. അതിനാവശ്യം കൽബ് അള്ളാഹുമായിട്ട് തഅല്ലുഖായി, യഥാർത്ഥ ഗിന കൽബിന്റെ ഗിനയാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കർമ്മം ചെയ്യണം. അൽ ഖായിദത്തു സാബിഅ, ഏഴാമത്തെ ഖായിദ, അൽ ഖൽബു സലീമു ഫി ജന്നത്തിൻ മുഅജ്ജലത്തിൻ. സലീമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള കൽബ് എന്നുള്ളത് ദുനിയാവിലുള്ള സ്വർഗത്തിലായിരിക്കും, ദുനിയാവിലെ സ്വർഗത്തിലായിരിക്കും സുരക്ഷിതമായിട്ടുള്ള കൽബ് എന്നുള്ളത്. അതായത് കൽബിന് അതിന്റെ ആ സൗഭാഗ്യം അത് പൂർത്തീകരിക്കണമെങ്കിൽ, ആ ദുനിയാവിലുള്ള ഏറ്റവും നല്ല ആസ്വാദനം, ദീനിന്റെ ഈമാനിന്റെ ആസ്വാദനം ലഭിക്കണമെങ്കിൽ എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും അത് സലീമായിരിക്കണം, സലാമത്തുള്ള കൽബായിരിക്കണം. ആ കൽബിനെ അല്ലാഹു തആല പ്രത്യേകം മദ്ഹ് ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വഇന്ന മിൻ ശീഅതിഹി ലഇബ്രാഹിം ഇദ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം റബ്ബിന്റെ അടുക്കിലേക്ക് വന്നത് സലീമായ കൽബ് കൊണ്ടാണ്. സൂറത്തു സാഫാത്തിലെ 84-ാമത്തെ ആയത്താണ്. അതുപോലെ തന്നെ സൂറത്തു ശുഅറായിലെ 88-89 ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ പരലോകത്ത് സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കുകയില്ല സലീമായ കൽബ് കൊണ്ട് വന്നവനല്ലാതെ. സലീമായ ഒരു കൽബ് ആർക്കെങ്കിലും ലഭിച്ചുവോ അവനാണ് ദുനിയാവിലെ സ്വർഗത്തിൽ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. ഇനി എന്താണ് സലീമായ കൽബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന്റെ ആശയത്തെ പണ്ഡിതന്മാർ വളരെ അർത്ഥവത്തായ ഒരു വാക്കിലൂടെ പറഞ്ഞിട്ടുണ്ട്. അന്നഹു അൽ ഖൽബുല്ലദി അസ്ലമ വസലിമ വസല്ലമ വസാലമ വസ്തസ്ലമ. സലീമായ കൽബ് എന്ന് പറഞ്ഞാൽ ഇത് അറബി ഭാഷയിൽ ഒരു വാക്കിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അസ്ലമ ലില്ലാഹ്, അള്ളാഹുവിനേക്ക് പൂർണ്ണമായി കീഴൊതുങ്ങിയിട്ടുള്ളത്. വസലിമ മിമ്മാ യഖ്തഉ അൻഹു, അള്ളാഹുമായിട്ട് ബന്ധം മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സുരക്ഷിതമായിട്ടുള്ളത്. വസല്ലമ ലിഖവാഇഹി, അള്ളാഹുവിന്റെ വിധിയോട് കീഴൊതുങ്ങിയിട്ടുള്ളത്. വസാലമ ഔലിയാഹു, അള്ളാഹുവിന്റെ ഔലിയാക്കളോട് യോജിച്ചിട്ടുള്ളത്. വസ്തസ്ലമ ലിശർഇഹി, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടുള്ളത്. അതാണ് സലീമായ ഒരു കൽബ്. അന്നഹു അൽ ഖൽബു അല്ലദി അസ്ലമ വസലിമ വസല്ലമ വസാലമ വസ്തസ്ലമ. ഈ കാര്യങ്ങൾ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങുന്ന കൽബാണ് അൽ ഖൽബു സലീം എന്ന് പറയുന്നത്. ഇവിടെ ഖൽബു സലീമിന്റെ വിശേഷണങ്ങൾ കുറെ എണ്ണം പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ചുരുങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം മുറിച്ചു കളയുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം സുരക്ഷിതമാകുന്നത്. അതിൽ സലഫുകൾ പറയാറുണ്ട് 5 കാര്യങ്ങളാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധം നമ്മെ മുറിക്കുന്ന കാര്യങ്ങൾ. ഒന്നാമത്തേത് ഷിർക്കുൻ യുനാഖിദു തൗഹീദ്, തൗഹീദിനെ തകർത്ത് കളയുന്ന ഷിർക്ക്. രണ്ടാമത്തേത് വബിദ്അത്തുൻ തുഖാലിഫു സുന്ന, സുന്നത്തിനോട് എതിരാകുന്ന ബിദ്അത്തുകൾ. മൂന്നാമത്തേത് വശഹ്വത്തുൻ തുഖാലിഫുൽ അംർ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരാകുന്ന ദേഹേച്ഛകൾ. നാലാമത്തേത് വഗഫ്ലത്തുൻ തുനാഖിദു ദിക്ർ, അള്ളാഹുവിന്റെ സ്മരണയെ ഇല്ലാതാക്കുന്ന അശ്രദ്ധ. അഞ്ചാമത്തേത് വഹവാ യുനാഖിദു തജ്രീദ വൽ ഇഖ്ലാസ്, ഇഖ്ലാസിനെതിരായിക്കൊണ്ട് ഇച്ഛകൾ ഉണ്ടാവുക. അള്ളാഹുവിനല്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്ന റിയാവും സുമഅ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ബാധിക്കുന്ന ഇഖ്ലാസിനെതിരാകുന്ന കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങളാണ് സലീമായ ഒരു കൽബിനെ നശിപ്പിക്കുന്നത്. ഈ 5 കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുമ്പോഴാണ് ഒരാളുടെ കൽബ് സലീമാകുന്നത്. അപ്പൊ സലീമായ കൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പൂർണ്ണമായും തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്നവനായിരിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടും ഭയം കൊണ്ടും പ്രതീക്ഷ കൊണ്ടും അള്ളാഹുവിന് കീഴൊതുങ്ങിയവനായിരിക്കും. അവന്റെ കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടി ചെയ്യുന്നവനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് കീഴൊതുങ്ങിയവനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തുന്നവനായിരിക്കും. അള്ളാഹുവിന്റെ വഹീനോട് അനുസരണം കാണിക്കുന്നവനായിരിക്കും. ദീനിന്റെ എല്ലാ വിധികളോടും കീഴൊതുങ്ങുന്നവനായിരിക്കും. അള്ളാഹുവിന്റെ ഖവാ ഖദറിൽ പൂർണ്ണമായ തൃപ്തിയുള്ള അടിമയായിരിക്കും. പകയോ വിദ്വേഷമോ അങ്ങനത്തെ ഒന്നുമില്ലാത്ത ഏറ്റവും ശുദ്ധിയുള്ള കൽബായിരിക്കും. ഇതെല്ലാം സലീമായ കൽബിന്റെ വിശേഷണങ്ങളായി ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തബ്സിറ എന്ന കിതാബിൽ ഒരു ബൈത്ത് പറഞ്ഞു കാണാം. യാ മൻ യുഹദ്ദിസു നഫ്സഹു ബിദുഖൂലി ജന്നാത്തിൻ നഈം, അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സ്വന്തത്തിൽ ഉദ്ദേശിക്കുന്നവനെ, ഇൻ കുൻത മുത്തഖിയൻ ഫഅൻത അലാ സിറാത്തിൽ മുസ്തഖീം, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണെങ്കിൽ നീ സിറാത്തുൽ മുസ്തഖീമിലാണ്. ലാ തർജുവന്ന സലാമത മിൻ ഗൈരി മാ ഖൽബിൻ സലീം, സലീമായ ഖൽബുള്ള ഉണ്ടെങ്കിലല്ലാതെ നിനക്കൊരു രക്ഷയുണ്ടാകാൻ പോകുന്നില്ല. ഫസ്ലുക് ത്വരീഖൽ മുത്തഖീൻ വദുന്ന ഖൈറൻ ബിൽ കരീം, നീ മുത്തഖീങ്ങളുടെ പാത പിന്തുടരുക, അള്ളാഹുവിൽ ഏറ്റവും നല്ല പ്രതീക്ഷയും വെക്കുക, നല്ല ചിന്തയും വെക്കുക. ഇപ്പോൾ ഖൽബുൻ സലീമിനെ കുറിച്ച് മനസ്സിലല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവായിട്ട് ഏറ്റവും നല്ല ഖൽബ്. അൽ ഖായിദത്തു അസ്സാമിന, എട്ടാമത്തെ ഖായിദ, അൽ ഖൽബു യംറുദു കമാ യംറുദുൽ ബദൻ. അൽ ഖൽബു യംറുദു കമാ യംറുദുൽ ബദൻ, ശരീരത്തിന് രോഗം ബാധിക്കുന്നത് പോലെ കൽബിനും രോഗം ബാധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, രോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കൽബിന്റെ ശരീരവും കൽബും തമ്മിലുള്ള അവസ്ഥ ആദ്യം പറഞ്ഞു. രോഗം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? ഫസാദ് എന്നാണ് അതിന് അർത്ഥം പറയാറ്. അതായത് ശരീരത്തിന്റെ ഒരു അവയവങ്ങൾ കൊണ്ട് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങൾ അതുകൊണ്ട് സാധിക്കാതെ വരുന്നതിനാണ് രോഗം എന്ന് പറയുന്നത്. ഇപ്പൊ കണ്ണുകൊണ്ട് എന്താണ്? കാണണം. കാണാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അതിന്റെ രോഗമാണ്. കൈകൊണ്ട് പിടിക്കാൻ പറ്റണം, അത് പറ്റുന്നില്ല, കൈയിന്റെ രോഗമാണ്. കാലുകൊണ്ട് നടക്കാൻ പറ്റണം, അത് പറ്റുന്നില്ല, കാലിന്റെ രോഗമാണ്. അതുപോലെ തന്നെ കൽബിനെ അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനും അള്ളാഹുവിനെ ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ വെക്കാനും അതുപോലെയുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ കൽബിൽ സാധിക്കുന്നില്ല എങ്കിൽ, ഒരാൾക്കുണ്ടാകുന്നില്ല എങ്കിൽ അവന്റെ കൽബ് രോഗബാധിതമാണ്. ആ രോഗം മൂർച്ഛിച്ച് ശരീരം രോഗം കാരണത്താൽ ഒരാൾ മരിച്ചു പോകുന്നത് പോലെ ഒരാളുടെ കൽബ് അത് മരിച്ചു പോകാനും അതുകൊണ്ട് കാരണമാകും. ഈ കൽബിന്റെ രോഗങ്ങൾ പ്രധാനമായിട്ടും ഉലമാക്കൾ രണ്ടെണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്, അഥവാ ഖുർആനിലൂടെ അല്ലാഹു തആല അറിയിച്ചിട്ടുള്ള രണ്ട് തരത്തിലുള്ള രോഗങ്ങളാണ്. ഒന്ന് മർളു ശുബ്ഹാത്ത്, ഒരാളുടെ ഈമാനിൽ ഇൽമിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ, ആ കുഫറിന്റെയും നിഫാഖിന്റെയും പോലെയുള്ള രോഗങ്ങൾ. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലെ 10-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറളാ. ആ മുനാഫിഖുകളെ പറ്റി പറയുന്നത് അവരുടെ കൽബിൽ ഒരു രോഗമുണ്ട്, അത് അല്ലാഹു തആല വർദ്ധിപ്പിച്ചു. അതുപോലെ ധാരാളം ആയത്തുകൾ, സൂറത്തുൽ മുദ്ദസിറിലെ 31-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഹജ്ജിലെ 53-ാമത്തെ ആയത്ത്, ഇതെല്ലാം കൽബിന് ശുബ്ഹത്ത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്, വിശ്വാസത്തിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ. രണ്ടാമത്തെ രോഗം മർദു ഷഹവാത്ത്, ഇച്ഛകൾ, ഹറാമുകളോട് താല്പര്യം, അമലുകളിൽ വരുന്ന പാപങ്ങളോടുള്ള താല്പര്യം, അതാണ് ഷഹവത്തുകൾ കൊണ്ടുള്ളത്. അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞു, യാ നിസാ അൻ-നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്തിമാരോട് പറയാൻ, നിങ്ങൾ ബാക്കിയുള്ള സ്ത്രീകളെ പോലെയല്ല. ഇത്തഖൈതുന്ന ഫലാ തഖ്ബഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ. നിങ്ങൾ പുരുഷന്മാരോട് കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കുന്ന അവസ്ഥയിൽ സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ കൽബിൽ രോഗമുള്ള ആളുകൾക്ക് അതിലോടൊരു ആഗ്രഹം, വ്യഭിചാരം പോലെയുള്ള പാപങ്ങളോട് ആഗ്രഹമുണ്ടാകും. അതായത് അങ്ങനെയുള്ള പാപങ്ങളോടുള്ള ഇഷ്ടം തോന്നുന്നതിനാണ് ഷഹ്വത്തുകളുടെ രോഗം എന്ന് പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ശരീരത്തിന് രോഗം ബാധിച്ചാൽ, ശരീരത്തിന് നമ്മൾ എന്തൊരു രോഗം ബാധിച്ചു വിചാരിക്കുക, അപ്പൊ എന്താ ഉണ്ടാവുക? എന്തെങ്കിലും ഇപ്പൊ ഒരാൾക്ക് നല്ല പനി ഉണ്ടെങ്കിൽ തന്നെ നോർമലായിട്ടുള്ള തണുപ്പിന് അയാൾക്ക് എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ കൽബിന് രോഗം ബാധിച്ചാൽ, ശുഭത്തോ ഷഹവത്തോ ബാധിച്ചു കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ആ പാപങ്ങളിൽ പോയി ചാടുന്ന, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ പോലും സംശയമുണ്ടാകുന്ന അവസ്ഥയിൽ എപ്പോഴും സംശയത്തിലയക്കുന്ന, രോഗബാധിതമായി നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇനി എന്താണ് ഇതിനുള്ള പരിഹാരം? എന്താണ് പരിഹാരം? എല്ലാ രോഗത്തിന്റെയും അടിസ്ഥാനം ജഹ്ലാണ്, അറിവില്ലായ്മയാണ്. ആ ശുഭത്താവട്ടെ ഷഹവത്താവട്ടെ അടിസ്ഥാനമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് ഇൽമ് ഉണ്ടാവുക എന്നുള്ളതാണ്.
ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്, ദീന് പഠിക്കുക എന്നുള്ളതാണ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞു കാണാം, യാ മൻ മരിദ ഖൽബുഹു, ഖൽബിന് രോഗം ബാധിച്ചവനെ, ഇഹ്മൽഹു ഇലാ മജ്ലിസി ദിക്ർ ലഅല്ലഹു അയ്യുആഫ, ഇൽമിന്റെ സദസ്സുകളിലേക്ക് നീ ആ ഖൽബുമായിട്ട് ചെല്ല്, അതിന് ആ രോഗം ഒഴിവായി കിട്ടിയേക്കാം. ഇൽമിന്റെ സദസ്സുകളെ ഉലമാക്കൾ പറയാനുള്ള മറ്റൊരു പേരാണ് മാറസ്താനു ദുനൂബ്, പാപങ്ങളെ ചികിത്സിക്കുന്ന ആശുപത്രി എന്നുള്ള ആശയത്തിൽ. കാരണം പാപങ്ങളിൽ നിന്ന് ഒഴിവായി ശുദ്ധിയാകാൻ ഇൽമു കൊണ്ട് സാധിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് ഉലമാക്കളെ പറ്റിയിട്ട് എന്ത് പറയാറുള്ളത്, അതിബ്ബാ ഉൽ ഖുലൂബ് എന്ന് പറയാറുള്ളത്. പണ്ഡിതന്മാരെ പറയാറുള്ള മറ്റൊരു പേരാണ് അതിബ്ബാ ഉൽ ഖുലൂബ്. കാരണം കൽബിനെ നന്നാക്കുന്ന, അതിന് ചികിത്സിക്കുന്ന ആളുകളാണ് ദീനിന്റെ ശർഈയായിട്ടുള്ള ഇൽമു പഠിച്ചിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇൽമിലേക്കുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ മറ്റെന്തിനേക്കാളും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ചില ആളുകൾ കാണാം, അവർക്ക് ചിലപ്പോൾ ആരോഗ്യം ഉണ്ടാകും, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഡോക്ടറെ അടുത്ത് പോകേണ്ടതില്ലാത്ത ആളുണ്ടാവും. പക്ഷെ കൽബിന്റെ അവസ്ഥ അങ്ങനെയല്ല. കൽബ് എപ്പോഴും ഇൽമിന് ആവശ്യക്കാരാണ്, ഇൽമുള്ളവരിലേക്ക് ആവശ്യക്കാരാണ് എന്ന് കാണാം. ഇനി ഈ കൽബിന്റെ രോഗങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് പ്രധാനമായിട്ടും നാം ചിന്തിക്കേണ്ട മറ്റു രണ്ട് കാര്യങ്ങളാണ് സലഫുകൾ പറയാറുണ്ട്. മുഹാസബത്തുൻ നഫ്സ് വ മുഖാലിഫതുഹാ, സ്വന്തത്തെ എപ്പോഴും വിചാരണ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നഫ്സിന്റെ ഇച്ഛകൾക്ക് എതിരായിക്കൊണ്ട് നിൽക്കുന്ന അവസ്ഥയും ഉണ്ടായിരിക്കണം. സ്വന്തത്തെ വിചാരണ ചെയ്യാതെ ഒരിക്കലും നമുക്ക് സ്വന്തത്തെ നന്നാക്കാൻ സാധിക്കില്ല. എന്താണ് എന്റെ അവസ്ഥ എന്ന് സ്വയം വിചാരണ ചെയ്തുകൊണ്ടിരിക്കാതെ ഒരാൾക്കും സ്വന്തത്തെ നന്നാക്കാൻ സാധിക്കില്ല. ഹസൻ ബസ്രീ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്ക് കാണാം, ഇന്നൽ അബ്ദ ലാ യസാലു ബിഖൈരിൻ മാ കാന ലഹു വാഇദുൻ മിൻ നഫ്സിഹി, ഒരടിമ എപ്പോഴും ഖൈറിലായിരിക്കും അവന്റെ സ്വന്തത്തിനോടൊരു ഉപദേശകനായിട്ട് അവൻ നിൽക്കുന്നിടത്തോളം. വകാനൽ മുഹാസബത്തു മിൻ ഹിമ്മതിഹി, അവന്റെ ചിന്തയിൽ സ്വന്തത്തിനോടുള്ള വിചാരണ ഉള്ളിടത്തോളം കാലം. അൽ ഖായിദത്തു താസിഅ, ഖൽബുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട 9ാമത്തെ ഖായിദ, ലിൽ ഖുലൂബി അഹ്വാലുൻ വ ആഫാത്തുൻ, ഖൽബിന് വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളുണ്ട്, അത് തന്നെ ഖൽബിനെ ബാധിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. എപ്പോഴും എല്ലാവരുടെയും ഖൽബ് ഒരുപോലെയല്ല. ഖൽബിന് വ്യത്യസ്ത ഘട്ടങ്ങളും വ്യത്യസ്ത മാറ്റങ്ങളും എല്ലാം സംഭവിക്കുന്ന അവസ്ഥകളുണ്ട്. ഖുർആനിൽ തന്നെ ധാരാളം കാര്യങ്ങൾ അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേഗത്തിൽ ആ അവസ്ഥകളെ പറ്റി പറയാണ്. ഒന്നാമത്തേത്, ഖൽബിന് അന്ധത ബാധിക്കുന്ന അന്ധത ബാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഉൾക്കാഴ്ച ഉണ്ടാകുന്ന അവസ്ഥയുമുണ്ട്, ബസീറത്ത് ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്, അതിനെതിരായിട്ട് അന്ധത ബാധിക്കുന്ന അവസ്ഥയുമുണ്ട്. സൂറത്തുൽ ഹജ്ജിലെ 46ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ, അവർക്ക് കണ്ണിനല്ല അന്ധത ബാധിച്ചത്, ഖൽബിനാണ്, ഹഖിനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ. അതുപോലെ ഖുലൂബ് തഖ്സു ഔ തഗ്ലുതു ഔ തലീൻ, ഖൽബിന് കാഠിന്യം ബാധിക്കും, കാരുണ്യമില്ലാത്ത രീതിയിൽ പരുപരിത്ത അവസ്ഥയിലാകും, ലോലമാകുന്ന അവസ്ഥയിലും ഉണ്ടാകും. സൂറത്തുൽ ബഖറയിലെ 74ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, സുമ്മ ഖസത് ഖുലൂബുക്കും, അവരുടെ ഖൽബിന് ഖസ്വത്ത് ബാധിച്ചു എന്ന്. അതുപോലെ ഖൽബിന് പരിക്കൻ സ്വഭാവമുണ്ട് എന്നുള്ളതിന് സൂറത്തു ആലി ഇമ്രാനിലെ 159ാമത്തെ ആയത്തിൽ വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, നീ പരുത്ത ഹൃദയമുള്ളവനായിരുന്നെങ്കിൽ അവർ നിന്നിൽ നിന്ന് അകന്നു പോകുമായിരുന്നു എന്നുള്ള അങ്ങനെ അവസ്ഥയുണ്ട്. ഇനി ലോലമാകുന്ന ലയ്യനാകുന്ന അവസ്ഥയുണ്ട്. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, സൂറത്തു സുമറിലെ 23ാമത്തെ ആയത്താണ്. ഖൽബ് ലോലമാകുന്ന അവസ്ഥയുണ്ട്. അതുപോലെ ഖൽബിന്റെ മറ്റൊരു അവസ്ഥയാണ് സീല് വെക്കപ്പെടുന്ന അവസ്ഥ. ഹക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ മൂടി വെക്കപ്പെട്ട് സീല് വെക്കപ്പെടുന്ന അവസ്ഥ. അല്ലാഹു തആല സൂറത്തുൽ അറാഫിൽ പറഞ്ഞു, വനത്ബഉ അലാ ഖുലൂബിഹിം ഫഹും ലാ യസ്മഊൻ, അവരുടെ ഖൽബിന് നാം സീല് വെച്ചിരിക്കുകയാണ്, അവരൊന്നും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ. ഖൽബിൽ നജസാകുന്ന അവസ്ഥയുണ്ട്, ത്വഹാറത്താകുന്ന അവസ്ഥയുമുണ്ട്. നജസായ ഖൽബിന് അല്ലാഹു ത്വഹാറത്തായ ഖൽബിന് പറഞ്ഞു സൂറത്തുൽ മാഇദയിലെ 41ാമത്തെ ആയത്തിൽ, ഉലൈകല്ലദീന ലം യുരിദില്ലാഹു അൻ യുതഹിറ ഖുലൂബഹും, അല്ലാഹു തആല അവരുടെ ഖൽബ് ശുദ്ധിയാക്കാൻ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നില്ല എന്ന് കാണാം. അപ്പൊ അതിന്റെ അർത്ഥം നജസായ അവസ്ഥയുണ്ട്. ഈ ആയത്തുകൾ നിങ്ങൾക്ക് തഫ്സീറുകളും മറ്റൊക്കെ പരിശോധിക്കാൻ ആയത്തിന്റെ നമ്പറും പറയുന്നത്. ഇത് ഓരോന്നും കുറച്ചുകൂടി പറയാനുണ്ട്, പക്ഷെ നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് വേഗം പറയാം. അതുപോലെ നജസാകുന്നതും അല്ലാത്ത അവസ്ഥയുണ്ട്. അതുപോലെ ഫസാദ് ആകുന്നതും സലാഹാകുന്നതുമായ അവസ്ഥയുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസ് ഇന്ന ഫിൽ ജസ്ദി മുദ്ഗ എന്നുള്ള ഹദീസിൽ വന്നതുപോലെ കറുത്തു പോകുന്നതും വെളുക്കുന്നതുമായിട്ടുള്ള
കൽബുണ്ട്, കറുത്തു പോകുന്ന കൽബുണ്ട്, വെളുത്ത് പ്രകാശിക്കുന്ന കൽബുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി കൽ ഹസീരി ഔദൻ ഔദ. ഓരോ നാരുകളായിട്ട്, ഓരോ വരകളായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഫിത്നകൾ വന്നുകൊണ്ടേയിരിക്കും. ഫയ്യു ഖൽബിൻ ഉശ്രിബ്ഹാ നുകിത ഫീഹി നുക്തത്തുൻ സൗദ. ആ ഫിത്നയിൽ അകപ്പെടുന്ന ആളുകൾ അവരുടെ കൽബ് കറുത്തിരണ്ടതായി പോകും. വയ്യു ഖൽബിൻ അൻകറഹാ നുകിത ഫീഹി നുക്തത്തുൻ ബൈളാ. ആ ഫിത്നയിൽ അകന്ന് അതിനെ ഒഴിവാക്കുന്ന ആളുകൾ അവരുടെ ഹൃദയം കൽബ് വെളുത്ത് വരുന്ന അവസ്ഥയിലും ഉണ്ടാകും. ഈ ഹദീസിന് വേറെയും കുറച്ചുകൂടി ഉണ്ട്. ഈ രണ്ട് ആശയമാണുള്ളത്, കറുത്തു പോകുന്നതുണ്ട്, വെളുക്കുന്നതുണ്ട്. അതുപോലെ തന്നെ കൽബുൻ ഗാഫിൽ, അശ്രദ്ധയിലാകുന്ന ഒരു കൽബുണ്ട്, അശ്രദ്ധയിലാകുന്ന കൽബുണ്ട്. വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു, സൂറത്തുൽ കഹ്ഫിലെ 28-ാമത്തെ ആയത്ത്. കൽബിനെ അശ്രദ്ധയിലാക്കിയിട്ടുള്ള ആളുകൾ എന്ന് അല്ലാഹു തആല പറഞ്ഞതുണ്ട്. അതുപോലെ തസീഖു വതസ്തഖീം, തെറ്റിപ്പോകുന്ന കൽബുണ്ട്, നേരെ ചൊവ്വയിൽ നിൽക്കുന്ന കൽബുണ്ട്. ഫലമ്മാ സാഖു അസാഖ അല്ലാഹു ഖുലൂബഹും, അവർ തെറ്റിപ്പോയതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അവരെ തെറ്റിച്ചു കളഞ്ഞു എന്ന് പറയുന്ന കൽബുണ്ട്. അതുപോലെ തന്നെ കൽബ് മാറി മറിയുന്നതുമുണ്ട്, ഉറച്ചു നിൽക്കുന്ന കൽബുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, ലഖൽബു ഇബ്നി ആദം അശദ്ദു ഖിലാബൻ മിനൽ ഖിദ്രി ഇദ ഇജ്തമഅത് ഗല്യ. മനുഷ്യന്റെ കൽബ് എന്നുള്ളത് പാത്രത്തിൽ എന്തെങ്കിലും തിളച്ചു മറിയുന്നത് പോലെ മാറി മറിയുന്നതാണ്. വേറെ ചെറിയ ഹദീസിൽ ആകാശത്ത് നിന്ന് വീഴുന്ന ഒരു തൂവൽ പോലെ പാറിപ്പോകുന്നത് പോലെ മാറുന്നതാണ് മനുഷ്യന്റെ കൽബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പ്രശസ്തമായ ദുആ നമുക്കറിയാം, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അപ്പൊ കൽബിന്റെ വ്യത്യസ്ത അവസ്ഥകളാണ് ഈ പറഞ്ഞത്. ഈ ആയത്തുകൾ പരിശോധിച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. കൽബിന്റെ വ്യത്യസ്ത അവസ്ഥകൾ, നമ്മുടെ എല്ലാം കൽബ് ഇതിലേതെങ്കിലും ഒരു അവസ്ഥയിലായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ ആരാണോ നേരെ ചൊവ്വേ നിലകൊള്ളുന്ന ഏറ്റവും ശുദ്ധമായ അവസ്ഥയിലാകുന്നത് അവനാണ് രക്ഷപ്പെടുക. 10ാമത്തെ ഖായിദ, അൽ ഖായിദത്തുൽ ആശിറ ഖസ്വത്തുൽ ഖൽബി അഅ്ബമു ഉഖൂബതൻ വഅക്ബറു മുസീബതൻ. കൽബിന് ഖസ്വത്ത് ബാധിക്കുക എന്നുള്ളത്, കാഠിന്യം ബാധിക്കുക എന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ അപകടവും ഏറ്റവും വലിയ മുസീബത്തുമായിട്ടുള്ള കാര്യം. കൽബിന് ഖസ്വത്ത് ബാധിക്കുക. മാലിക് ഇബ്നു ദിനാർ റഹിമഹുല്ലാഹ് താബിഇയാണ്, അദ്ദേഹം പറഞ്ഞത് കാണാം, മാ ദുരിബ അബ്ദുൻ ബിഉഖൂബത്തിൻ അഅ്ലമു മിൻ ഖസ്വത്തിൽ ഖൽബ്. കൽബിന് ബാധിക്കുന്ന കാഠിന്യത്തെക്കാൾ വലിയൊരു ശിക്ഷ കൊണ്ട്, അതുപോലെ ഒരു ശിക്ഷ കൊണ്ട് ഒരാളും ശിക്ഷിക്കപ്പെടുന്നില്ല. ദുനിയാവിൽ പാപങ്ങളാൽ ലഭിക്കുന്ന ഏറ്റവും മാരകമായിട്ടുള്ള ശിക്ഷയാണ് കൽബിന് ഖസ്വത്ത് ബാധിക്കുക. കൽബിന് ഖസ്വത്ത് ബാധിച്ചു കഴിഞ്ഞാൽ അവന് ഖുർആൻ കൊണ്ട് ദിക്ർ ഉപകാരപ്പെടില്ല, അവന് തദ്കിയത്ത് ഉപകാരപ്പെടില്ല, വറ്റി വരണ്ടു പോയ അവസ്ഥയിൽ ഒരു നസീഹത്ത് ഉപകരിക്കില്ല, അവന് ഇൽമു ഉപകരിക്കില്ല. ഒന്നും വളരാത്ത വരണ്ടു പോയൊരു ഭൂമി പോലെ ആയിരിക്കും അവന്റെ കൽബ് മാറിത്തീരുക. ഖുർആനിൽ ധാരാളം ആയത്തുകൾ അള്ളാഹു പറഞ്ഞു കാണാം. സൂറത്തുൽ ബഖറയിലെ 84-ാമത്തെ ആയത്തിൽ, ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. കല്ലുപോലെ ചില ആളുകളുടെ കൽബ് ഉറച്ചു പോകും, പാപങ്ങളുടെ ആധിക്യം കാരണത്താൽ. അതുപോലെ തന്നെ സൂറത്തുൽ ഹദീദിലെ 16-ാമത്തെ ആയത്തിൽ സ്വഹാബികളെ പോലും കരയിപ്പിച്ച ആയത്താണ്. സ്വഹാബികൾ ഹിജ്റ ചെയ്ത് ജിഹാദ് ചെയ്ത് നിൽക്കുന്ന സ്വഹാബികളോട് അള്ളാഹു പറയാണ്, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ അള്ളാഹുവിന്റെ സ്മരണയിൽ അവരുടെ കൽബ് കീഴൊതുങ്ങാൻ. വമാ നസല മിനൽ ഹഖ്, അല്ലാഹുവിൽ നിറങ്ങിയിട്ടുള്ള ഹഖിലും, വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫതാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും. അല്ലെങ്കിൽ മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ കാലം ദീർഘിച്ചപ്പോൾ കൽബിന് ഖസ്വത്ത് ബാധിച്ച അവസ്ഥയിലാവുകയാണോ എന്നുള്ളത്. ഇവിടെ ഖസ്വത്തുൽ ഖൽബിന്റെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ, ഒന്നാമത്തേത് നഖ്ലുൽ അഹ്ദി മഅല്ലാഹ്, അള്ളാഹുവിനോടുള്ള കരാറിൽ വീഴ്ച വരുത്തുന്നതാണ്. നമ്മൾ അള്ളാഹുമായിട്ട് ചെയ്ത കുറച്ച് കരാറുകളുണ്ട്. ഒന്ന് തൗഹീദാണ്, അതുപോലെ തന്നെ അള്ളാഹുവിനെ അനുസരിക്കലാണ്, അള്ളാഹുവിന് വിരോധങ്ങൾ ഒഴിവാക്കലാണ്. എന്തെല്ലാം വിഷയത്തിലാണോ അള്ളാഹുവിനോട് നമ്മൾ കരാറിലുള്ളത് അതിൽ വീഴ്ച വരുത്തിയാൽ ഖൽബിന് ഖസ്വത്ത് ബാധിക്കും. അള്ളാഹു തആല പറഞ്ഞു, ഫബിമാ നഖ്ദിഹിം മീസാഖഹും ലഅന്നാഹും വജഅൽനാ ഖുലൂബഹും ഖാസിയ. അള്ളാഹുവിനോടുള്ള കരാറിൽ വീഴ്ച വരുത്തിയതിന്റെ പേരിൽ അവരുടെ ഖൽബിൽ ഖസ്വത്ത് ബാധിച്ചിട്ടുണ്ട്. വേറെ ചില കാരണങ്ങൾ, കസ്റത്തുൽ കലാമി വദ്ദഹിക്, അധികരിച്ച സംസാരവും അധികരിച്ച ചിരിയും ഖൽബിന് ഖസ്വത്ത് ബാധിക്കും. തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുക്സിറിൽ ദഹിക് ഫഇന്ന കസ്റത്തുൽ ദഹിക് തുമീതുൽ ഖൽബ്. അധികരിച്ച ചിരി, നീ അധികമായി ചിരിക്കരുത്, അധികരിച്ച ചിരി
കൽബിനെ മരിപ്പിച്ചു കളയും. മറ്റൊന്ന് കസ്റത്തുൽ അക്ൽ, അമിതമായിട്ടുള്ള ഭക്ഷണം, അധികരിച്ച ഭക്ഷണം, പ്രത്യേകിച്ച് ശുബ്ഹത്തുകളിൽ നിന്നും ഹറാമായതുകൊണ്ടുള്ള ഭക്ഷണം, അത് കൽബിന് ഖസ്വത്ത് ബാധിക്കും. ഖസ്ലതാനി തുഖസ്സിയാനിൽ ഖൽബ്, രണ്ട് കാര്യങ്ങൾ കൽബിന് ഖസ്വത്ത് ബാധിപ്പിക്കും. കസ്റത്തുൽ കലാം, അധികരിച്ച സംസാരം, വകസ്റത്തുൽ അക്ൽ, അധികരിച്ച ഭക്ഷണം. നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഭക്ഷണം, അത് ഹറാമൊന്നും ശുബ്ഹത്തായ ഒരു സംശയവുമില്ല. അൽ ഹലാലിൽ തന്നെ പരിധി വിട്ട് ആണെങ്കിൽ നമ്മുടെ കൽബിന് അത് ഖസ്വത്ത് ബാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഖസ്വത്തുൽ ഖൽബി മിൻ അർബഅത്തി അഷ്യാ, 4 കാര്യങ്ങൾ കൊണ്ടാണ് കൽബിന് ഖസ്വത്ത് ബാധിക്കുക. ഇദാ ജാവസത് ഖദ്റൽ ഹാജ, ആവശ്യത്തിന്റെ പരിധി വിട്ടുപോയാൽ. അൽ അക്ലു വൻ നൗം വൽ കലാം വൽ മുഖാലതതു, ഭക്ഷണം അധികരിച്ചാൽ, ഉറക്കം അധികരിച്ചാൽ, സംസാരം അധികരിച്ചാൽ, ജനങ്ങളുമായി കൂടിക്കലരൽ അധികരിച്ചു കഴിഞ്ഞാൽ, അതിലേറ്റവും കൽബിനെ ഖസ്വത്ത് ബാധിപ്പിക്കുന്ന കാര്യം അദ്ദുനൂബ്, പാപങ്ങളാണ്. ഓരോ പാപം നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ കൽബിൽ ഓരോ കറുത്ത കുത്തുകൾ വീഴും. അത് കറുത്ത കുത്തുകൾ വീണ് കറുത്തുപോയി പാറക്കല്ലിനേക്കാൾ, ഒരു കല്ലിനേക്കാൾ കടുത്തു പോകുന്ന അവസ്ഥയുണ്ടാകും. സഹോദരങ്ങളെ, പാപങ്ങൾ ഒഴിവാക്കാതെ ഒരിക്കലും നമുക്ക് ഈമാനിൽ ലദ്ദത്ത് കിട്ടൂല. അത് എത്ര രാത്രി നിസ്കരിച്ചാലും, എത്ര ഖുർആൻ ഓതിയാലും, എത്ര സുന്നത്ത് നോമ്പ് പറ്റാലും, എന്തെല്ലാം ചെയ്താലും പാപങ്ങൾ ഒഴിവാക്കാതെ ഈമാനിന്റെ ആസ്വാദനം നമുക്ക് കിട്ടൂല. കാരണം കൽബ് കടുത്തു പോവാണ്. നമ്മൾ ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങൾ എത്ര ചെയ്യുമ്പോഴും പാപങ്ങൾ ഒഴിവാകാതെ കൽബിൽ കയറൂല. നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞില്ലേ, ആ ലദ്ദത്തും ഈമാനും കയറണമെങ്കിൽ കൽബിന് അതിനെതിരായിട്ടുള്ള കാര്യം കൽബിലുണ്ടെങ്കിൽ അത് കയറൂല. ആ ഹറാമുകളോടുള്ള ഇഷ്ടം ഒഴിവാക്കി എല്ലാ ഇഷ്ടവും അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കി നമ്മുടെ ചിന്തയും സംസാരവും പ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹുവിന് വേണ്ടി ആക്കിയാൽ മാത്രമാണ് നമുക്ക് എന്ത് സാധിക്കുകയുള്ളൂ, കൽബിൽ ഈ ആസ്വാദനം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കൽബിൽ നമുക്ക് ആലോചിച്ചാൽ മതി, പാപങ്ങൾ ഒഴിവാക്കുന്നതിന്റെ അടയാളമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമാണ്, പാപങ്ങളിൽ നിന്ന് ഒഴിവായാൽ മാത്രമാണ് ഒരുത്തൻ അള്ളാഹുവിനോർത്ത് കരയാൻ പറ്റുള്ളൂ, ഒരുത്തന്റെ കൽബ് ലോലമാവുകയുള്ളൂ. അപ്പോ കൽബിനെ കടുത്ത ഖസ്വത്ത് ബാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം പാപങ്ങളാണ്. ഇനി എങ്ങനെയാണ് ആ ഖസ്വത്ത് നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക? ഒരു ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞൊരു ബൈത്ത് കാണാം, റഅയ്തു ദുനൂബ തുമീതുൽ ഖുലൂബ, ഞാൻ മനസ്സിലാക്കി പാപങ്ങൾ കൽബിനെ മരിപ്പിക്കുന്നു എന്ന്. വയൂരിസുക ദുല്ല ഇദ്മാനുഹ, ആ പാപങ്ങളിൽ തുടരുക എന്നുള്ളത് ഏറ്റവും വലിയ നിന്ദ്യത ഉണ്ടാക്കും. വതർക്കു ദുനൂബ ഹയാത്തുൽ ഖുലൂബ്, പാപങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് കൽബിന്റെ ജീവൻ. വഖൈറുൽ ലിനഫ്സിക ഇസ്യാനുഹ, നിന്റെ നഫ്സിന് നല്ലത് ആ പാപങ്ങളെ വേണ്ട എന്ന് വെക്കലാണ്. കാരണം അത് ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ഏറ്റവും നല്ല കൽബിന് ജീവൻ ലഭിക്കുകയുള്ളൂ. ഇനി എങ്ങനെയാണ് ഖസ്വത്തുൽ ഖൽബ് ഇല്ലാതാക്കുക? അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം കസ്റതു ദിക്രില്ലാഹ്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ളതാണ്. അത് ഓർക്കാതെ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, കൽബിന് ഖസ്വത്ത് ഒഴിവാക്കാൻ സാധിക്കില്ല. ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുക. ഒരിക്കൽ ഹസനുൽ ബസ്രി റഹിമഹുള്ളയോട് ഒരാൾ വന്ന് ചോദിച്ചു, യാ അബാ സഈദ് അഷ്കു ഇലൈക ഖസ്വത ഖൽബി, ഞാൻ നിങ്ങളോട് കൽബിന്റെ ഖസ്വത്തിനെ കുറിച്ച് പരാതിപ്പെടുകയാണ് പറഞ്ഞു, വിഷമമുണ്ട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അദിബ്ഹു ബിദ്ദിക്ർ, അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ കൊണ്ട് അതിനെ ലയിപ്പിച്ചു കളയൂ എന്ന് പറഞ്ഞത് കാണാം. ദിക്റിൽ തന്നെ പെട്ട കാര്യമാണ് ഖിറാഅത്തുൽ ഖുർആൻ, ഉറ്റാലോചിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് കൽബിന്റെ ഖസ്വത്ത് ഒഴിവാക്കും. തദബ്ബുറോടുകൂടി പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക, ആലോചിച്ച് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. ഖുർആൻ പാരായണം ചെയ്യുന്നത് കൽബിന്റെ ഖസ്വത്തിനെ മാറ്റും. മറ്റൊന്ന് അൽ ഇഹ്സാനുൽ യതാമ വൽ മസാക്കീൻ, മിസ്കീനുകളോടും യതീമുകളോടും നന്മ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖസ്വത്തുൽ ഖൽബിനെ പറ്റി ഒരാൾ പരാതിപ്പെട്ടപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെട്ടപ്പോൾ, ഇൻ അഹ്ബബ്ത അൻ യലീന ഖൽബുക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ കൽബ് ലോലമാകണമെങ്കിൽ ഫംസഹ് റഅസൽ യതീം വഅത്ഇമിൽ മിസ്കീൻ, യതീമിന്റെ തല തടവുക, മിസ്കീനുകളെ ഭക്ഷിപ്പിക്കുക എന്ന് പറഞ്ഞത് കാണാം. മറ്റൊരു കാര്യം കൽബിനെ ലോലമാക്കുന്നത് മരണത്തെ കുറിച്ച് ഓർക്കുക. സലഫുകൾ പറയാറുണ്ട്, ലൗ ഫാറഖ ദിക്റുൽ മൗതി ഖുലൂബനാ സഅതൻ ലഫസദത് ഖുലൂബുനാ, മരണത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ കൽബിൽ നിന്ന് ഒരു നിമിഷം ഇല്ലാതായാൽ ഞങ്ങളുടെ കൽബ് ഫസാദായി പോകും എന്ന് അവർ പറയാറുണ്ട്. അതുപോലെ ധാരാളം നന്മകൾ ചെയ്യുക, ആ കാര്യങ്ങളെല്ലാം കൽബിനെ ലോലമാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഈ കാര്യങ്ങളാണ് കൽബുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങൾ. ഇത്
എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു 70% കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ്. കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. 10 ഖായിദകൾ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തേത്, സകാത്തുൽ ഖൽബി മിസ്ലു നമാഇൽ ബദൻ, ശരീരം പോഷിപ്പിക്കുന്നത് പോലെയാണ് ഖൽബിനെ നന്നാക്കുക എന്നുള്ളത്. അൽ ഖായിദത്തു സാനിയ, അൽ ഖൽബു ഇദാ ഇംതലഅ ബിശൈഇൻ ലം യബ്ഖ ഫീഹി മുത്തസിഉൻ ലിഗൈരിഹി, ഖൽബിൽ ഒരു കാര്യം നിറഞ്ഞിട്ടുണ്ട് എങ്കിൽ വേറൊന്നിന് പിന്നെ അതിൽ സ്ഥാനമുണ്ടാവുകയില്ല. മൂന്നാമത്തേത്, അൽ ഖൽബു ലാ യത്തസിഉ ലിൽ ഇവളി വൽ മുഅവ്വദി അൻഹു, ഒന്നിനെതിരായിട്ടുള്ള മറ്റൊന്നിനെ, ആ രണ്ടെണ്ണത്തിനെ കൂടി ഒരുമിച്ച് ഖൽബിൽ ഉണ്ടാവുകയില്ല. ഒന്നുണ്ടെങ്കിൽ മറ്റേത് ഒഴിവാകും, അതിനെതിരായിട്ടുള്ളതാണെങ്കിൽ ഇത് ഒഴിവാകുകയും ചെയ്യും. ആ അവസ്ഥയിലാണ് ഉണ്ടാവുകയുള്ളൂ. അൽ ഖായിദത്തു റാബിഅ, അൽ ഖൽബു ഹുവൽ അസ്ലു വൽ ജവാരിഹു തബഉൻ, ഖൽബ് എന്നുള്ളത് അടിസ്ഥാനമാണ്, അവയവങ്ങൾ അതിന്റെ ഫർആയിട്ട് അതിനെ പിൻപറ്റിയിട്ടുള്ളതാണ്. അഞ്ചാമത്തെ ഖായിദ, അൽ ഗിനാ ഗിനൽ ഖൽബ്, യഥാർത്ഥ ധന്യത ഖൽബിന്റെ ധന്യതയാണ്. അൽ ഖായിദത്തു സാദിസ, ഇദാ ഇസ്തഗ്നൽ ഖൽബു ബിൽ ഖാലിഖ് ഇസ്തഗ്ന അനിൽ മഖ്ലൂഖ്, അല്ലാഹുവിലേക്ക് മാത്രമായിട്ട് ഖൽബ് ആശ്രയിക്കുന്നതായി കഴിഞ്ഞാൽ സൃഷ്ടികളോട് ആശ്രയിക്കുന്നതിൽ നിന്ന് അത് ഒഴിവാകും. ഏഴാമത്തെ ഖായിദ, അൽ ഖൽബു സലീമു ഫി ജന്നത്തിൻ മുഅജ്ജലത്തിൻ, സലീമായ ഖൽബ് ദുനിയാവിലുള്ള സ്വർഗ്ഗത്തിലായിരിക്കും. എട്ടാമത്തേത്, ഖൽബുൽ യംറുദു കമാ യംറുദുൽ ബദൻ, ശരീരം രോഗം ബാധിക്കുന്നത് പോലെ ഖൽബിന് രോഗം ബാധിക്കും. ലിൽ ഖുലൂബി അഹ്വാലുൻ വ ആഫാത്തുൻ, ഖൽബിന് വ്യത്യസ്തമായ അവസ്ഥകളുണ്ട്, ഓരോ അവസ്ഥയിൽ മാറുന്നതാണ്. അൽ ഖായിദത്തുൽ ആശിറ, ഖസ്വത്തുൽ ഖൽബി അഅ്ളമു, അൽ ഖായിദത്തുൽ ആശിറത്തു ഖസ്വത്തുൽ ഖൽബി അഅ്ളമു ഉഖൂബതൻ വ അക്ബർ മുസീബതൻ, ഖൽബിന് ഖസ്വത്ത് ബാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അപകടവും മുസീബത്തുമാണ്. അല്ലാഹു തആല മനസ്സിലാക്കാനും നമ്മുടെ ഖൽബെല്ലാം ഖസ്വത്തില്ലാത്ത ലോലമായിട്ടുള്ള അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടും ഉബൂദിയത്ത് കൊണ്ടും അള്ളാഹുവിനോടുള്ള ബലമേൽപ്പിക്കൽ കൊണ്ടും എല്ലാം അള്ളാഹുവിനുമായി ബന്ധപ്പെട്ട് ശക്തമായ ബന്ധത്തിലുള്ള ഖൽബായി മാറ്റുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.